വിലയേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. റോമാലേഖനത്തിൻ്റെ പഠനം ഏതാണ്ട് കൺക്ലൂഡ് ചെയ്യേണ്ട ഒരു ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. 14-ാം അധ്യായമാണ് ഇന്ന് ധ്യാനിക്കുന്നത്. 14-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 15-ാം അധ്യായത്തിൻ്റെ 7 വരെയുള്ള വാക്യങ്ങളാണ് അടുത്ത സെക്ഷൻ. അത് ഈ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ വളരെ പ്രാധാന്യത അർഹിക്കുന്നതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും അല്പശ്രദ്ധയോടെ ആ ഭാഗം ശ്രദ്ധിക്കുന്നതും പഠിക്കുന്നതും നന്നായിരിക്കും. റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 15-ാം അധ്യായത്തിൻ്റെ 7 വരെയുള്ള ഭാഗമാണ്. നമുക്ക് ആ ഭാഗത്തിലേക്ക് കടന്നു വരാം. നമ്മൾ ഓർത്തു റോമാലേഖനത്തെ 5ആയി തിരിച്ചിട്ടുണ്ടെന്നും ആ വിഷയത്തിലേക്കൊന്നും ഇനി പോകുന്നില്ല. എന്നാൽ അവസാനത്തെ ഭാഗം എങ്ങനെ ദൈവത്തെ സേവിക്കാം എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അത് 12 തൊട്ട് 16 വരെയുള്ള അധ്യായമാണ്. ഹൗ ടു സെർവ് ഗോഡ്. അതിൽ 12-ാം അധ്യായം നമ്മൾ കണ്ടു. നമ്മുടെ ശരീരത്തെ ദൈവത്തിന് കൊടുക്കണം, നമ്മുടെ സോള് അല്ലെങ്കിൽ ദേഹി രൂപാന്തരം പ്രാപിക്കണം, നമ്മുടെ ആത്മാവ് എരിവുള്ളതായി ഉത്സാഹമുള്ളതായി കർത്താവിനെ സേവിക്കുവാനായിട്ട് ഇരിക്കണം. അങ്ങനെ നമ്മുടെ ശരീരം മൊത്തത്തിൽ കർത്താവിന് വേണ്ടി കൊടുക്കേണ്ടതിൻ്റെ ചുമതല നമ്മളവിടെ കാണുകയുണ്ടായി. അതിനുശേഷം ഒരു ദൈവസഭയിൽ നമ്മളെ തന്നെ അങ്ങനെ ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ചുമതലകൾ ഓർപ്പിക്കുകയാണ്. ഹൗ ടു ലീഡ് എ ക്രിസ്ത്യൻ ലൈഫ്. ഒരു ക്രിസ്തീയ ജീവിതം എങ്ങനെ നയിക്കാമെന്ന് പഠിപ്പിക്കുകയാണ്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ ദൈവം വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ കൃപാവരങ്ങൾ നൽകിയതുപോലെ ദൈവസഭയിൽ നമ്മൾ വർദ്ധിപ്പാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ 12-ാം അധ്യായത്തിൽ അതാണ് പഠിച്ചത്. കൃപാവരങ്ങളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പോർഷനാണ് ഈ 12-ാം അധ്യായം നമുക്ക് കാണാൻ സാധിക്കും. ഓരോരുത്തർക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് അന്യോന്യം നമ്മൾ ശുശ്രൂഷിക്കണം. ഒരു ശരീരത്തിന് പല അവയവങ്ങളുള്ളതുപോലെ നാം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് 12-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. 13-ാം അധ്യായത്തിൽ വന്നപ്പോൾ നമ്മൾ ഒരു രാജ്യത്തിൽ എങ്ങനെ വർത്തിക്കണം, സഭയിലല്ല ഒരു രാഷ്ട്രത്തിൽ ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരികൾക്ക് കീഴ്പ്പെടണം എന്നുള്ളത് പഠിപ്പിച്ചു. അവർ ദൈവ ശുശ്രൂഷകന്മാരാണെന്ന് പറഞ്ഞു. ദൈവത്താൽ അല്ലാതൊരു അധികാരമില്ല എന്നുള്ളത് 13-ാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വെളിച്ചത്തിൻ്റെ ആയുധം ധരിക്കുകയും കർത്താവ് യേശുക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് വളരെ സുബോധത്തോടുകൂടെ ജീവിപ്പിൻ്റെ കടമ ഈ 13-ാം അധ്യായത്തിൽ നമ്മളെ ഓർപ്പിച്ചു. ഇനി നമ്മൾ 14-ാം അധ്യായത്തിൽ വരികയാണ്. ഞാൻ ഓർപ്പിച്ച പോലെ 14-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 17-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വരെയുള്ളത് ഒരു പോർഷനാണ്. എന്താണെന്ന് ചോദിച്ചാൽ വെൻ ക്രിസ്ത്യൻ ഡിസഗ്രി. ക്രിസ്ത്യാനികൾ അന്യോന്യം ഡിസഗ്രി ചെയ്യുമ്പോൾ, പരസ്പരം സമ്മതിക്കാതെ വരുമ്പോൾ പോരാടുന്നു, വഴക്കുണ്ടാക്കുന്നു, പ്രയാസങ്ങളിലേക്ക് സഭകൾ കടന്നു പോകുന്നതാണ് ഈ 14-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 15-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വരെ പഠിപ്പിക്കുന്ന വിഷയം. റോമാസഭയിൽ അന്ന് ഒരു വ്യത്യസ്തമായ വിഷയമായിരുന്നു. എന്നാൽ ആ തത്വം ഇന്നും ഏത് സ്ഥലസഭകളിലും പ്രായോഗികമാക്കുവാൻ ആവശ്യമുള്ളതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അത് രേഖപ്പെടുത്തി തന്നതെന്നുള്ളത് പ്രത്യേക ശ്രദ്ധേയമാണ്. യൂണിറ്റി എന്ന വിഷയം വചനത്തിൽ ഏറ്റവും പ്രാധാന്യത അറിയിക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ ഐക്യതയും വിഭാഗീയതയുടെ പാപം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാണ്ട് എനിക്ക് തോന്നുന്നു 8 ക്ലാസ്സുകൾ ഇവിടെ എടുത്തിട്ടില്ല ഞാൻ. ഒരു ദൈവസഭ ഐക്യതയിൽ കഴിയേണ്ട ആവശ്യത. നമ്മുടെ കർത്താവിൻ്റെ പാഷന് മുമ്പ്, അതായത് ക്രൂശീകരണത്തിന് മുമ്പ് അവൻ്റെ പ്രാർത്ഥന യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലുണ്ട്. അവിടെ പിതാവേ നാം ഒന്നായിരിക്കുന്നല്ലോ അവർ ഒന്നാകണം. ഒരിക്കലല്ല കർത്താവ് അത് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നത് 17-ാം അധ്യായത്തിൽ വായിക്കുന്നു. സഭ ഐക്യതയോടെ ഇരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ ആഗ്രഹമാണ്. ആത്മസ്നാനത്താൽ നമ്മളെ ഒന്നാക്കി മാറ്റി. ഒരു സ്ഥലസഭ കൊരിന്ത്യലേഖനം പഠിക്കുമ്പോൾ ഈ ആർ ദ ബോഡി, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഒരു പ്രാദേശിക സഭ ഒരു ശരീരത്തിൻ്റെ ഐക്യത വെളിപ്പെടുത്തുവാനായിട്ട് ആവശ്യമാണെന്ന് കൊരിന്ത്യ സഭ നമ്മളെ ഓർപ്പിക്കുന്നു. ഞാൻ ആ വിഷയത്തിലേക്കല്ല പോകുന്നത്. എന്നാൽ യൂണിറ്റി എന്ന വിഷയം ബൈബിളിൽ വളരെ പ്രാധാന്യത അർഹിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു. വീണ്ടും ഞാൻ ആ ഭാഗം പഠിച്ചപ്പോൾ ഓർക്കുകയുണ്ടായി, എല്ലാ ഞായറാഴ്ചയും കർത്തൃമേശ മുറിക്കുന്നു. ആ അപ്പം നമ്മൾ മുറിക്കുമ്പോൾ നമ്മുടെ കൈകളെടുക്കുന്ന അപ്പം യേശുക്രിസ്തുവിൻ്റെ ശരീരം മാത്രമല്ല കാണിക്കുന്നത്, പലരായി നാം ഒരു ശരീരമാണെന്ന് കൂടെ വെളിപ്പെടുത്തുന്നു. നമ്മളെ ആത്മസ്നാനത്താൽ ഒന്നാക്കി ഈ കർത്തൃമേശ മുറിക്കുമ്പോൾ പലരായി നാം ഒന്നാണെന്ന് വെളിപ്പെടുത്തുന്നു. നോക്കുക, കർത്താവിൻ്റെ അന്ത്യപ്രാർത്ഥനയിൽ നമ്മുടെ ഐക്യതയെക്കുറിച്ച് പ്രാർത്ഥിച്ചു. തിരുവചനത്തിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന എഫെസ്യരുടെ 4-ാം അധ്യായത്തിൽ വരുമ്പോൾ ആത്മാവിൻ്റെ ഐക്യത
നമ്മൾ സൂക്ഷിക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുക. ഉണ്ടാക്കാനല്ല പറഞ്ഞത്, കീപ് ദ യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ്. ഞാൻ ആ വിഷയം ഞാൻ ഓർപ്പിച്ച പോലെ ഒരു 5-8 ക്ലാസ്സുകൾ കൊണ്ട് എടുത്തൊരു ടോപ്പിക്കാണ്. എന്നാൽ അത് പഠിച്ചിരുന്നത് കൊണ്ട് ഈ 14-ാം അധ്യായവും അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 7 വരെയുള്ള വാക്യങ്ങൾ കുറച്ചുകൂടെ ജീവനുള്ളതായി എനിക്ക് തോന്നി. ഞാനതുകൊണ്ട് ആ ഭാഗം എടുക്കട്ടെ. അത് അന്നും ഇന്നും എന്നും ജീവിക്കുന്ന ക്രിസ്തീയ സമൂഹത്തിന് ബാധകമായ ഒരു വിലപ്പെട്ട പ്രിൻസിപ്പിളാണ്. നമുക്ക് നോക്കാം. നമ്മൾ ഒരു കാര്യം ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ആ വിഷയത്തിലേക്ക് 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ദൈവജനങ്ങളുടെ മധ്യത്തിലുള്ള മേജർ പ്രോബ്ലം, ദൈവജനത്തിൻ്റെ മധ്യത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അനൈക്യതയാണ്, ഡിസ്യൂണിറ്റിയാണ്. ഞാൻ ആ ഭാഗം ശ്രദ്ധിച്ചപ്പോൾ ഇങ്ങനെ പറയട്ടെ, പഴയ നിയമ ഏടുകൾ നമ്മൾ എടുത്ത് ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ അവർ പോരാടി. ആ രാജ്യം ശലോമോന്റെ ശേഷം 2ആയി മാറി. അവർ പരസ്പരം യുദ്ധം ചെയ്തു. അവരുടെ ഗോത്രങ്ങൾ പോലും അന്യോന്യം യുദ്ധം ചെയ്തു. നോക്കുക, ഒന്നാണെന്ന് കർത്താവ് പഠിപ്പിച്ചു. നിങ്ങൾ സഹോദരന്മാരാണ്, നിങ്ങൾ ഒന്നാണെന്ന് പഠിപ്പിച്ച പഴയ നിയമ ഈ യഹൂദന്മാർ അവരുടെ മധ്യത്തിൽ സിവിൽ വാറും അതുപോലെ ഫാമിലി ഫൈറ്റും അവസാനം ഗോത്രങ്ങൾ മാറി നിന്നുകൊണ്ട് പരസ്പരം പോരാടി. നാം തിരുവനന്തപുരത്തിലൂടെ മനസ്സിലാക്കുന്ന പോലെ ശലോമോന്റെ ശേഷം 2ആയി രാജ്യം തിരിയുകയാണ്. നോക്കുക, പഴയ നിയമത്തിൽ ഡിസ്യൂണിറ്റി കാണുന്നു. വേണ്ട, പുതിയ നിയമത്തിൽ ഒന്ന് നോക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഈ പുതിയ നിയമത്തിൽ നമുക്ക് അനേക സ്ഥലസഭകളെ രേഖപ്പെടുത്തി തന്നു. ഞാൻ എൻ്റെ കണ്ണുകൾ ഓടിച്ചപ്പോൾ ഒരു സത്യം എനിക്ക് മനസ്സിലായി. ഓൾമോസ്റ്റ് എവറി ലോക്കൽ അസംബ്ലി മെൻഷൻഡ് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് ഹാസ് ഡിവിഷൻ ടു കണ്ടസ്റ്റ് വിത്ത്. പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയ ഏതാണ്ട് എല്ലാ സ്ഥലസഭകളും ഭിന്നതയുള്ള ബന്ധത്തിൽ പൗലോസിന് കൈകാര്യം ചെയ്യേണ്ടി വന്നു. അപ്പോസ്തലന്മാർക്ക് ഓൾമോസ്റ്റ് എവറി ലോക്കൽ അസംബ്ലി, എല്ലാ പ്രാദേശിക സഭകളും അങ്ങനെ ഭിന്നതയിൽ കഴിയുന്നതായിട്ട് 1-ാം നൂറ്റാണ്ടിൽ കാണാൻ കഴിഞ്ഞു. 1 കൊരിന്ത്യർ, ഞാൻ ചില കൊരിന്ത്യ സഭയൊന്ന് എടുത്തു നോക്കാം. കൊരിന്ത്യ സഭയെക്കുറിച്ച് നമുക്കറിയാം. എങ്കിലും ഞാൻ 1 കൊരിന്ത്യർ 1-ാം അധ്യായം നോക്കിയാട്ടെ. ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഈ 14-ാം അധ്യായത്തിൽ നമുക്ക് കടന്നു വരാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 10 തൊട്ട് 13 വരെയുള്ള വാക്യം നോക്കിയാട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലേവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തൻ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നത് പോൽ പൗലോസ് ഇവിടെ എടുത്ത് കാണിക്കുകയാണ്. അതിൻ്റെ 13-ാം വാക്യം, ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല, പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? പൗലോസ് ശക്തമായി അവരോട് പറയുകയാണ്. ഇവിടെ പ്രാദേശിക സഭയായ കൊരിന്ത്യ സഭ ലീഡേഴ്സിൻ്റെ പിറകിൽ, നേതൃത്വത്തിൻ്റെ പിറകിൽ അവർ പക്ഷം ചേർന്ന് ആ സഭയിൽ ഭിന്നതയുണ്ടായി എന്നുള്ളത് കാണാൻ കഴിയുന്നു. ആ ഭിന്നതയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, അതുണ്ടായിരിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. വേണ്ട, 6-ാം അധ്യായത്തിലൊന്ന് വന്നാട്ടെ. 6-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 8 വാക്യം നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയേ. അവിടുത്തെ പ്രശ്നം എന്നാ? നിങ്ങളുടെ ഇടയിൽ മറ്റൊരുത്തനോടൊരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെയല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? ആദ്യത്തെ 8 വാക്യം. അതായത് കൊരിന്ത്യ സഭയിലെ ചില പ്രശ്നങ്ങളിൽ സഹോദരന്മാർ എവിടെ പോയി? ജാതികളുടെ കോടതിയിൽ കേസിന് പോയി. 6-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 8 വാക്യമാണ്. ജാതികളുടെ മധ്യത്തിൽ കോടതിയിൽ പോയി. ഇനിയും വേണ്ട, അടുത്തൊരു സ്ഥലസഭ നോക്കാം. ഗലാത്യ ലേഖനം നോക്കിയാട്ടെ. ഗലീഷ്യൻസ്, ഗലാത്യ ലേഖനം നമുക്കൊന്ന് എടുത്ത് നോക്കാം. ആ സഭയുള്ള ബന്ധത്തിൽ പറഞ്ഞ വാക്കം നോക്കിയാട്ടെ. 5-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം, ഗലാത്യർ 5:15. നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകയും ചെയ്താലോ ഒരുത്തനാൽ ഒരുത്തൻ ഒടുങ്ങി പോകാതിരിക്കാൻ സൂക്ഷിച്ചോളൂ. അപ്പോൾ ഗലാത്യ സഭയുടെ പ്രശ്നം അന്യോന്യം കടിക്കുകയും, അവിടെ നമ്മൾ വായിച്ചെന്താണ്? 15-ാം വാക്യത്തിൽ വായിക്കുന്നത്, നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകയും ചെയ്യുന്നു, കാട്ടുമൃഗങ്ങളെ പോലെ. ഗലാത്യ സഭ വൈൽഡ് ബീസ്റ്റിനെ പോലെ അന്യോന്യം കടിക്കുകയും തിന്നുകയും ചെയ്യും, ഒരുത്തനാൽ ഒരുത്തൻ ഒടുങ്ങിപ്പോവാൻ. സോ കൊരിന്ത്യ സഭയിൽ പ്രശ്നം, ഗലാത്യ സഭയിൽ പ്രശ്നം. വേണ്ട, എഫെസോ സഭയും കൊലോസ്യ സഭയും പൗലോസ് അവരോട് പ്രബോധിപ്പിക്കേണ്ടി വന്നത് എന്താണെന്ന് നോക്കിയാട്ടെ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യം, കർത്തൃസേവം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നു, നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാം വരണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. എൻഡോർ ടു കീപ് ദ യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ് ഇൻ ദ ബോണ്ട് ഓഫ് പീസ്.
വിശുദ്ധന്മാരോട് ആഹ്വാനം ചെയ്യുകയാണ്, എൻഡ്യൂർ ടു കീപ് ദ യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ്. നിങ്ങളെ ഐക്യത ഉണ്ടാക്കാൻ പറഞ്ഞില്ല, ദൈവം ഉണ്ടാക്കിയ ഐക്യതയുണ്ട്. യു എൻഡ്യൂർ ടു കീപ് ഇറ്റ്. നിങ്ങളത് സൂക്ഷിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. കൊലോസ്യ ലേഖനം നോക്കിയാട്ടെ, 2-ാം അധ്യായം, കൊലോഷ്യൻസ് ചാപ്റ്റർ 2, അതിൻ്റെ ആദ്യത്തെ, കൊലോസ്യ ലേഖനം ആദ്യത്തെ 2 വാക്യം നോക്കിയാട്ടെ. 2-ന്റെ, നിങ്ങൾക്കും യുവതിക്കുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനം വേഗപൂർണ്ണതയും സമ്പത്തും പ്രാപിക്കത്തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ച് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. യുവർ ഹാർട്ട് ഷുഡ് ബി നെറ്റ് ടുഗദർ. നിങ്ങളുടെ ഹൃദയം ഏകീഭവിക്കണം, സ്നേഹത്തിൽ ഏകീഭവിക്കണം. ഇനി നമുക്ക് വേറൊരു സഭയെ നോക്കാം, ഫിലിപ്പ് സഭയെ നോക്കിയാട്ടെ. അടുത്തടുത്തുള്ള സഭകളുടെ ലേഖനം ഞാൻ നോക്കിയാണ്, അത് വളരെ പ്രസിദ്ധമാണ്. അതിൻ്റെ 2-ാം അധ്യായത്തിൽ വന്നപ്പോൾ പൗലോസ് 2-ാം വാക്യത്തിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി പൗലോസ് കെഞ്ചുകയാണ്. എന്താ പറയുന്നത്? ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസമുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലുമുണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏകസ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കി. ഞാൻ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകുന്നില്ല. ഫിലിപ്പിയ സഭയിലെ പ്രശ്നം നമ്മളതിൻ്റെ 3-ാം അധ്യായത്തിൽ വരുമ്പോൾ 2 സഹോദരിമാർ തമ്മിലുള്ള പ്രശ്നമാണ്. നോക്കി, അതിൻ്റെ 2-ാം വാക്യം, യുവതയും സുന്ദരിയും നിങ്ങൾ ഏക ചിന്തയോടിരിപ്പാൻ ഞാൻ പ്രബോധിപ്പിക്കുന്നു. നോക്കുക, 2 സിസ്റ്റേഴ്സിൻ്റെ, യുവതയും സുന്ദരിയുടെ പ്രശ്നം എവിടെ പോയി? സഭയ്ക്ക് മൊത്തത്തിൽ ബാധകമായി. ഇനിയും നമ്മൾ റോമാസഭ വരെ ഞാൻ ഓർപ്പിച്ചു, പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തി ഓൾമോസ്റ്റ് എവറി ചർച്ച് ഐക്യത നഷ്ടപ്പെട്ട് അവർ ഭിന്നിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. റോമാസഭയുടെ വിഷയമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. റോമാസഭ അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യം നോക്കി. 15-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യം, അത് അവസാനിക്കുന്നത് 7-ാം വാക്യത്തിലാണ്. 15-ന്റെ 5-6 വാക്യം, നിങ്ങൾ ഐകമത്യപ്പെട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പിതാവിൻ്റെ നാമത്തിൽ ഏക മനസ്സോടെ ഒരേ വായിനാൽ മഹുദ്ധീകരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസം നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തു യേശുവിന് അനുരൂപമായി തമ്മിൽ ഏക ചിന്തയോടിരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. ഐകമത്യപ്പെടുക, ഏക ചിന്തയോടിരിക്കുക. റോമാസഭയിലും പ്രശ്നമുണ്ടായി. ഒരു അത്ഭുതവുമില്ല. 133-ാം സങ്കീർത്തനം, അതിൻ്റെ ഒന്നോട്ടുള്ള വാക്യങ്ങൾ നമുക്കറിയാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭം, എത്ര മനോഹരം. ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ അത് തുടങ്ങുന്നത് ബിഹോൾഡ് ഹൗ ഗുഡ് ആൻഡ് ഹൗ പ്ലസന്റ്. ബിഹോൾഡ് എന്നൊരു വാക്ക് ഉപയോഗിക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചോണം. ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കാൻ പറയുന്നതിൻ്റെ കാരണം സാധാരണ കാണാൻ സാധിക്കുകയില്ല. കർത്താവ് യേശുക്രിസ്തു ഇങ്ങനെ കടന്നുപോയപ്പോൾ സ്നാപയോനം പറഞ്ഞ വാക്കെന്ന, ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ്. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, പാപം ചുമന്നൊഴിക്കുന്ന ദൈവ കുഞ്ഞാട്. ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ്. അതേ വാക്കാണ് 133-ാം സങ്കീർത്തനം. ബിഹോൾഡ് ഹൗ ഗുഡ് ആൻഡ് ഹൗ പ്ലസന്റ്. ഈ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ മധ്യത്തിൽ സാഹോദര്യ ബന്ധത്തിൽ ഒരു സഭ കഴിഞ്ഞാൽ ദൈവം പറയുകയാണ്, ഹൗ ഗുഡ് ആൻഡ് ഹൗ പ്ലസന്റ് ഇറ്റ് ഈസ്. അതിൻ്റെ മനോഹരത്വം അവിടെ വർണ്ണിക്കുന്നു. ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി നമുക്ക് റോമാലേഖനം 14-ാം അധ്യായം വരാം. ഇത്രയും പ്രോബ്ലം പുതിയ നിയമത്തിൽ ഞാൻ ഓർപ്പിച്ച പോലെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഏതാണ്ട് മിക്കവാറും സഭകളിൽ ഡിസ്യൂണിറ്റി, ഭിന്നത. ഈ റോമാൻ സഭയുടെ അവരുടെ മധ്യത്തിലും പ്രയാസമായി. ഈ 14-15-15-ാം അധ്യായത്തിൻ്റെ 7 തൊട്ടുള്ള വാക്യങ്ങളിൽ പൗലോസ് ആ ഭാഗമെടുക്കുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചു വരുമ്പോൾ ഇവിടെ കടന്നു വന്ന വിഷയം അവരുടെ പശ്ചാത്തലങ്ങളുള്ള ബന്ധത്തിലുണ്ടായതാണ്. ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ജീവിച്ച ബാക്ക്ഗ്രൗണ്ടിനുള്ള ബന്ധത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. ഞാനിത് ശ്രദ്ധിച്ചപ്പോൾ, ധ്യാനിച്ചും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തു, ഓരോരുത്തരും വളർന്നു വന്ന ബാക്ക്ഗ്രൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യും. അൺലെസ് യു ആർ ചേഞ്ച് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. നിങ്ങൾ വളർന്നു വന്ന പശ്ചാത്തലം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും. നിങ്ങളെ ദൈവകൃപ രൂപാന്തരപ്പെടുത്തുന്നില്ലെങ്കിൽ അത് ദൈവസഭയിലൊക്കെ നിങ്ങൾ കാണിക്കും. ഞാനും കാണിക്കും. ഇവിടെ റോമാസഭയിൽ സംഭവിച്ചത് തന്നെയാണ്. റോമാസഭയിലെ അവരുടെ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പം ഗൾഫിൽ ഞാൻ 18 വർഷം ഗൾഫിലെ ഒരു സ്ഥലസഭയിൽ കൂടി വന്നു. പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്.
പക്ഷേ അവിടുത്തെ പ്രശ്നങ്ങൾ ഞാൻ അനലൈസ് ചെയ്താൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ കേരളത്തിൻ്റെയൊക്കെ എല്ലാ തുറകളിൽ നിന്നുള്ളവർ അവിടെ വരുന്നത്. അപ്പോൾ ഓരോ സ്ഥലസഭയിൽ ഓരോ വിധത്തിലാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അത് നമുക്ക് ഫ്രീഡമുണ്ട്. ഇപ്പം ആരാധന തന്നെ ഇങ്ങനെയാണ് ആരാധിക്കുന്നതെന്നൊന്നും പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല. ആരാധനയോഗം എങ്ങനെയാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. നമ്മൾ വരുന്ന പോലെ ആദ്യം 2 പാട്ട് പാടി അല്ലെങ്കിൽ 3 പാട്ട് പാടി പ്രബോധനം പറഞ്ഞു, ഇങ്ങനെയൊക്കെ അങ്ങനെയാണ് ആരാധന എന്നുള്ളത് പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പവീഞ്ഞുകൾ വെച്ച് കർത്താവിനെ ആരാധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അത് ഏതാണ് അതിൻ്റെ ഓർഡർ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ എല്ലാ സ്ഥലങ്ങളിലും വിഭിന്നമായ രീതിയിലൊക്കെ ആരാധനകൾ നടത്തുന്നുണ്ട്. ഇങ്ങനെയുള്ളവരെല്ലാം കൂടെ ഒന്നിച്ചു കൂടി അങ്ങനെ ഇരിക്കും. അവരുടെ ബാക്ക്ഗ്രൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യിക്കാൻ അവർ നോക്കും. പിന്നെ അവിടെ കഴിവുള്ളവരും ഈ വന്നിരിക്കുന്നവരൊക്കെ ഏറിയ പങ്കും ആത്മീയന്മാരായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെ കാര്യങ്ങൾ നടത്തിപ്പോകും. എന്നാലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വയ്യാത്ത സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓർപ്പിച്ചു വന്നത് ബാക്ക്ഗ്രൗണ്ട് വളരെ പ്രാധാന്യതയുള്ളതാണ്. ദൈവകൃപ കൊണ്ട് നമ്മൾ രൂപാന്തരപ്പെടണം. നമ്മളതാണ് 12-ാം അധ്യായത്തിൽ വായിച്ചത്. നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചല്ലോ, എത്രയോ വർഷമായി കേരളത്തിൻ്റെ പ്രാധാന്യത അറിയിക്കുന്ന ഒരു സ്ഥലസഭയിൽ ജീവിച്ച ഒരു ചെറുപ്പക്കാരനോട് ഈ അടുത്ത സമയത്ത് ഞാൻ പോയി ഇടപെട്ടപ്പോൾ, കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ടത്, അദ്ദേഹം എന്നോട് പറയുക, ഭാര്യ പറഞ്ഞു കുടിക്കുന്നുണ്ട്, നല്ല മദ്യപാനിയാണ്. പുള്ളി പറയുക, കുടിക്കുന്ന എനിക്ക് തെറ്റാണെന്ന് തോന്നുന്നില്ല. ഈയിടെ മൂപ്പന്മാർ പോയി ഇടപെട്ടെന്ന് പറയുന്നു, അവരോട് നേരിട്ട് പറഞ്ഞു കുടിക്കുന്ന എനിക്ക് തെറ്റാണെന്ന് തോന്നുന്നില്ല. എങ്ങനെയുണ്ട്? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. There should be a renewal in the soul. നമ്മുടെ ചിന്താഗതികളൊക്കെ ദൈവവചനത്താൽ രൂപാന്തരപ്പെടണം. നമ്മളിപ്പോൾ ഇവിടെ കടന്നു വരുമ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ 2 പ്രധാനപ്പെട്ട കൂട്ടരാണ് റോമൻ സഭയിലുള്ളത്. റോമൻ സഭയിൽ യഹൂദന്മാരുമുണ്ട്, ജാതികളുമുണ്ട്. ഈ യഹൂദന്മാർ രക്ഷിക്കപ്പെട്ട് വന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, they had a very strict legalistic background. അതായത് ന്യായപ്രമാണമൊക്കെ അനുസരിച്ച് അവർക്കൊരു സ്ട്രിക്റ്റ് ലീഗലിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇന്ന മാംസമേ ഭക്ഷിക്കാവൂ, അല്ലെങ്കിൽ ഭക്ഷിക്കരുത്, ഇന്ന ദിവസങ്ങൾക്ക് പ്രാധാന്യതയുണ്ട്. ഇങ്ങനെ ജീവിതം മുഴുവൻ ജീവിച്ചു വന്ന ഒരു കൂട്ടർ രക്ഷിക്കപ്പെട്ട് ദൈവസഭയിലായി. അവർ യഹൂദന്മാർ. വേറെ ഒരു യഹൂട്ടർ ജാതികളും രക്ഷിക്കപ്പെട്ടു വന്നു. മേജോറിറ്റിയും ജാതികളായിരിക്കണം റോമൻ സഭയിലുള്ളത്. അവർ രക്ഷിക്കപ്പെട്ടു വന്ന് പൗലോസ് അവരെ ചെന്ന് പഠിപ്പിച്ചിട്ടില്ല. അവർ രക്ഷിക്കപ്പെട്ടു വന്നു. അവർക്ക് ഈ ഭക്ഷണമോ ഈ ദിവസങ്ങളൊന്നും അവർക്ക് പ്രശ്നമല്ല. അവർക്കത് പ്രശ്നമല്ല. നമ്മൾ ഓർക്കണം, ഈ പ്രശ്നം ആദിമസഭയിൽ വളരെ പ്രശ്നമായിരുന്നു. ഞാനത് മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ അധ്യായങ്ങൾ വെച്ച് ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യം എന്നാണെന്നറിയാമോ? ചർച്ചിൻ്റെ ഫസ്റ്റ് കൗൺസിൽ കൂടുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ഫസ്റ്റ് കൗൺസിൽ കൂടുന്നത് ഈ പ്രശ്നം തീർക്കാനാണ്. ഫസ്റ്റ് ചർച്ച് കൗൺസിൽ കൂടുന്നത് പ്രശ്നം തീർക്കാനാണ്. ആ പ്രശ്നം ഏതാണ് പ്രശ്നം? ഇതാ പ്രശ്നം. ഈ പറഞ്ഞ പ്രശ്നമാണ് പ്രശ്നം. വേണേ നോക്കിക്കോ, അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം. അവിടെയും ഈ ഭക്ഷണവും പ്രശ്നം, യഹൂദന്മാരും ജാതികളും തമ്മിലുള്ള പ്രോബ്ലമാണ് അവിടെയും വന്നിരിക്കുന്നത്. അതിന് 15-ാം അധ്യായം നോക്കി, ഫസ്റ്റ് ക്രിസ്ത്യൻ ചർച്ച് കൗൺസിൽ. ഞാൻ ഓർത്തു, അത് ആദ്യം കൂടുന്നതും പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനാണ്. ഇനി നിങ്ങൾ വേറൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തു സഭയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ, ലോക്കൽ ചർച്ചിനെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ ഫസ്റ്റ് റെഫറൻസ് എന്താ പറഞ്ഞതെന്നറിയോ? സഹോദരന്മാർ തമ്മിലുള്ള പ്രശ്നമാണ്. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ അവൻ തനിച്ച് എന്ന് പറയാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ സഭയോട് അറിയിക്കാൻ കർത്താവ് പറയുന്നു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റെഫറൻസ് ഓഫ് എ ലോക്കൽ അസംബ്ലി. ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന്. അതും പ്രശ്നമാണ്. ആദ്യം കർത്താവ് പറയുന്നത് പ്രശ്നമാണ് കർത്താവ് പറയുന്നത്. ഇവിടെ നമ്മൾ 15-ാം അധ്യായം നോക്കിയാട്ടെ. യഹൂദയിൽ നിന്ന് വന്ന് 1-ാം വാക്യം, യഹൂദയിൽ നിന്ന് ചിലർ വന്ന് നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുഷ്ഠിച്ച് പരിസര ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. പൗലോസും ബർന്നബാസും അവരുടെ അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായി. അതിൻ്റെ 28-ാം വാക്യം നോക്കിയാട്ടെ. 28-ാം വാക്യം, 28-29.
അവിടെ വായിക്കുന്നു, വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യമെന്ന് എന്നല്ലാതെ അധികം ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. ഇവ വർജിച്ച് സൂക്ഷിച്ചുകൊണ്ടാൽ നന്ന് ശുഭമായിരിക്കും. എൻ്റെ സഹോദരന്മാരെ, ഫസ്റ്റ് ക്രിസ്ത്യൻ കൗൺസിൽ അന്ത്യോക്യയിലെ സഭയിലെ പരിച്ഛേദന പാർട്ടി സർക്കംസിഷൻ സെക്ട് ഉണ്ടായിരുന്നു. പരിശോധന കേൾക്കണം, രക്ഷിക്കപ്പെട്ടാലും കൊള്ളാം, പരിശോധന കേൾക്കണം. ഒരു കൂട്ടർ അങ്ങനെയുണ്ട്. യഹൂദൻ്റെ പരിശോധന വേണ്ട എന്ന് പൗലോസും ബർന്നബാസും ശക്തമായി പറഞ്ഞു. അവസാനം അതെങ്ങനെയൊക്കെ പരിഹരിച്ചു എന്നുള്ളതൊക്കെ ഇവിടെ വളരെ രസകരമായൊരു പഠനമാണ്. ഇതൊക്കെ സഭ പഠിക്കേണ്ടതാണ്. സഭയിലെ പ്രശ്നങ്ങൾ കുറയും. ഇവിടെ അവസാനം അവരിന്നതൊഴിച്ച് ബാക്കിയൊന്നും വേണ്ട, ഇനി അവരുടെ മേൽ ചുമത്തരുത് എന്ന് പറഞ്ഞു വിടുകയാണ്. ഏതായാലും അവിടെ പോട്ടെ. ഫസ്റ്റ് ക്രിസ്ത്യൻ കൗൺസിലും ഇതാണ് പ്രശ്നം. ഇനി നമ്മൾ റോമാലേഖനം 14-ാം അധ്യായത്തിൽ നമുക്ക് വരാം. റോമാലേഖനം 14-ാം അധ്യായത്തിലെ പ്രശ്നം ഡയറ്റ്, അതായത് യഹൂദൻ്റെ ഡയറ്റും അതുപോലെ ഡേയ്സും, ഭക്ഷണത്തോടും ദിവസത്തോടുമുള്ള പ്രശ്നമാണ്. പക്ഷേ അതെന്തിനാണ് നമ്മൾ പഠിക്കുന്നതെന്ന് ചോദിക്കും. അവിടെ പൗലോസ് പറഞ്ഞ പരിശുദ്ധാത്മാവ് എഴുതി വെച്ച അതേ പ്രിൻസിപ്പിളാണ് ഇന്നും ഏത് സ്ഥലസഭയുള്ള പ്രശ്നത്തിനും ബാധകമായിട്ടിരിക്കുന്നത്. ചുമ്മാ എഴുതി വെച്ചാലിത്. അവിടെ ഈ രണ്ട് പ്രശ്നമാണ്. എന്തോ പ്രശ്നം? അവിടെ ചിലർ വെജിറ്റബിളേ കഴിക്കുള്ളൂ, വെജിറ്റേറിയൻസാണ്. എവിടെ ഉണ്ടത്? 2-ാം വാക്യം നോക്കി. ഒരുത്തനെല്ലാം തിന്നാൻ മതി, ബലഹീനനോ സസ്യാദികളെ തിന്നുന്നു. സസ്യാദികളെ തിന്നത്തുള്ളൂ, വെജിറ്റേറിയനാണ്. എന്നാൽ വേറൊരു കൂട്ടർ 5-ാം വാക്യം നോക്കി. ഒരുത്തൻ ഒരു ദിവസത്തെ മറ്റൊരു ദിവസത്തേക്ക് മാനിക്കുന്നു, വേറൊരുത്തൻ സകല ദിവസങ്ങളെയും മാനിക്കുന്നു. ദിവസങ്ങളുടെ പ്രശ്നം. യഹൂദന് ദിവസങ്ങൾക്ക് പ്രാധാന്യതയുണ്ട്. ദിവസത്തിൻ്റെ പ്രശ്നമുണ്ട്, ഭക്ഷണത്തിൻ്റെ പ്രശ്നമുണ്ട്. ചിലർ വെജിറ്റേറിയനാ, ചിലർ വെജിറ്റേറിയനല്ല, മറ്റുള്ളവരും ഭക്ഷിക്കും. നമ്മൾ ഓർക്കണം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവരവരുടെ ഹൃദയത്തിലിരുന്ന പ്രശ്നമില്ല. ഈ പ്രശ്നങ്ങൾ അവരവരുടെ കൺവിക്ഷൻ ഇരുന്നോട്ടെ. നീ വെജിറ്റേറിയനെ കഴിക്കത്തുള്ളൂ, കഴിച്ചു. പക്ഷേ ഇവിടെ വന്ന പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ആ വിശ്വാസം മറ്റ് വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നോക്കി. മറ്റ് വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നോക്കി. അവരുടെ കൺവിക്ഷൻ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നോക്കിയപ്പോഴാണ്, നോക്കിയതിൻ്റെ 3-ാം വാക്യം, തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്, തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത്. അവിടെ ഒരു കൂട്ടം ആളുകൾ മറ്റൊരു കൂട്ടരെ ധിക്കരിക്കുന്നു, ഒരു കൂട്ടം ആളുകൾ മറ്റൊരു കൂട്ടരെ വിധിക്കുന്നു, ഡിസ്പൈസ് ചെയ്യുന്നു, അതുപോലെ തന്നെ വിധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഗ്രൂപ്പിസമായി. വെജിറ്റേറിയൻസ് എല്ലാം കൂടെ, തിന്നാത്തവരെല്ലാം കൂടെ ഒരു കൂട്ടരെ, തിന്നുന്നവരെല്ലാം കൂടെ വേറൊരു കൂട്ടരെ, ദിവസം മാനിക്കുന്നവർ വേറൊരു കൂട്ടരെ. ആ സ്ഥലസഭയിൽ ഗ്രൂപ്പിസമായി. ഇന്നും ഇതേ പ്രശ്നമാണ്. നമ്മൾ ഓർക്കണം, ഫസ്റ്റ് സെഞ്ചുറിയിൽ 1-ാം നൂറ്റാണ്ടിൽ സഭ അങ്ങോട്ട് സ്ഥാപിച്ചു വരുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന പോലെ പുതിയ നിയമമൊന്നും അവരുടെ കയ്യിലില്ല. നമുക്കിന്ന് നോക്കി മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ ഈ ലേഖനങ്ങളൊക്കെ കർത്താവ് തന്നിരിക്കുക. അന്ന് സ്ഥലസഭയ്ക്ക്, ഞാൻ ഓർപ്പിക്കട്ടെ, അന്നും ഇന്നും അത് തന്നെ പ്രോബ്ലം, അന്നും ഇന്നും ഒരുപോലെ തന്നെ. അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദർ ആർ സം ഗ്രേ ഏരിയാസ് എന്ന് പറയും. ഇച്ചിരി മങ്ങിയ പ്രതലമുണ്ട്. ശരിയാണോ തെറ്റാണോ എന്നറിയത്തില്ല. നമുക്ക് തിരുവചനം പരിശോധിക്കുമ്പോൾ ചിലത് ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചെയ്യരുത്. വളരെ സ്ട്രോങ് ആയിട്ട് ദൈവജനം പറയുന്നുണ്ട്. വേദപുസ്തകം ചില കാര്യങ്ങളെ കണ്ടം ചെയ്യുന്നു, അത് പാടില്ല. വേദപുസ്തകം പറഞ്ഞു. വേദപുസ്തകം ചില കാര്യങ്ങളെ അപ്രൂവ് ചെയ്തു, നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. എന്നാൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. അതിന് പറയുന്നതാണ് ഗ്രേ ഏരിയാസ്. സം ആർ നോട്ട് ക്ലിയർലി ഡിഫൈൻഡ് ഇൻ സ്ക്രിപ്ചർ. പുതിയ നിയമത്തിൽ അതിൻ്റെ ക്ലിയർ ഡിഫൈൻ ചെയ്തിട്ടില്ല. അത് ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് യൂണിറ്റി കീപ്പ് ചെയ്ത് പോകും? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇന്നും സ്ഥലസഭകളിലെ പ്രശ്നങ്ങൾ എന്താ? ചിലരെയൊക്കെ സഭയെന്ന് ഓടിക്കുന്നു, ചിലരെ പ്രശ്നങ്ങളുണ്ടാക്കുന്നു, സ്ഥലസഭയുടെ ഐക്യത നഷ്ടപ്പെടുന്നു, ദൈവനാമം ദുഷിക്കപ്പെടുന്നു. നോക്കിയേ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇതിന് പരിഹാരം എന്താണ്? ഇവിടെ പൗലോസ് ഐക്യത സൂക്ഷിക്കാൻ
3 പ്രാധാന്യത അർഹിക്കുന്ന ഉപദേശം പൗലോസ് തരുന്നുണ്ട്. 3 ഇമ്പോർട്ടൻറ്റ് അഡ്മോണിഷൻ. എന്താണെന്ന് നോക്കിയാട്ടെ. നമ്മൾ ഒന്നാമത്തെ നമുക്ക് ശ്രദ്ധിക്കാം. 14-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 12 വരെ ആദ്യത്തേത് അവിടെ പറയുക. എൻ്റെ സൗരന്മാരത് നോട്ട് ചെയ്ത് കൊള്ളുക. സൗരന്മാരെ അത് നോട്ട് ചെയ്യണം. കാരണം ഇന്ന് ഏതാണ്ട് പുതിയ നിയമസഭകളിൽ ഏതാണ്ട് എല്ലായിടത്തും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. ഈ 14-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 12 വാക്യങ്ങളിൽ പൗലോസ് ആദ്യം പറയുന്നത് റിസീവ് വൺ അനദർ. ഇനി ആ വാക്ക് നിങ്ങൾ അന്യോന്യം ചേർത്തുകൊള്ളുക, കൈക്കൊള്ളുക. ഇംഗ്ലീഷിൽ വായിച്ചാൽ 2 റിസീവ് വൺ അനദർ, അന്യോന്യം നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾ നോക്കിക്കുക, അതിൻ്റെ 1-ാം വാക്യം സംശയവിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനരായവനെ ചേർത്തുകൊള്ളുക, റിസീവ് ഹിം. ഇനിയും ഈ ഭാഗം എവിടെ അവസാനിക്കുന്നു നോക്കിയാട്ടെ. അതേ വാക്ക് പറഞ്ഞാൽ 15-ന്റെ 7 അവസാനിക്കുന്നത്. 15-ന്റെ 7-ാം വാക്യം നോക്കി, അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കണോ, നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവീൻ, റിസീവ് വൺ അനദർ. 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും 15-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യവും രണ്ടും ഒരേ അഡ്മോണിഷനാണ്, ഒരേ പ്രബോധനമാണ് നൽകിയിരിക്കുന്നത്. ആ 2 പ്രബോധനങ്ങളുടെ മധ്യത്തിൽ നമുക്ക് ഈ വിഷയം പൗലോസ് വെളിപ്പെടുത്തുമ്പോൾ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് 14-ന്റെ 1 തുടങ്ങുന്നതും 15-ന്റെ 7 അവസാനിക്കുന്നതും ഈ ഒരൊറ്റ പദം കൊണ്ടാണ്, റിസീവ് വൺ അനദർ. അത് പൗലോസ് ആരോടാണ് പറയുന്നത്? ശക്തരായവരോട്. സ്ട്രോങ് ഇൻ ഫെയ്ത്ത്. ആരാണ് ഈ സ്ട്രോങ് ഇൻ ഫെയ്ത്ത്? വിശ്വാസത്തിൽ ശക്തരായവരെന്ന് പറഞ്ഞാൽ ആരാണത്? വിശ്വാസത്തിൽ ശക്തരായവർ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചവരാണ്. ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം, ലിബേർട്ടി അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും അവരെ അടിമത്വത്തിൽ കൊണ്ടുവന്നിട്ടില്ല. ഇറ്റ് ഹാസ് നോട്ട് എൻസ്നേർഡ് ദം. അതായത് ഇന്ന ഭക്ഷണമേ ആകാവൂ, അതുപോലെ ഇന്ന ദിവസത്തിന് പ്രാധാന്യമുണ്ട്, ഇതൊന്നും അവരെ എൻസ്ലേവ് ചെയ്തിട്ടില്ല, അവരെ അടിമത്വത്തിൽ കൊണ്ടുവന്നില്ല. അവർ സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. എന്നാൽ വിശ്വാസത്തിൽ ബലഹീനരായവരുണ്ട്. വിശ്വാസത്തിൽ ബലഹീനരായവരാരാണ്? ഇമ്മച്വർ ബിലീവേഴ്സാണ്. അവർ പക്വതയേറിയ, വളർന്ന് ആ സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത വിശ്വാസികളാണ് ബലഹീനരായ വിശ്വാസികൾ. അവർ ഇതൊക്കെ അനുസരിക്കണമെന്നുള്ള ചിന്ത കൊണ്ടിരിക്കുക. റോമൻ അസംബ്ലിയിൽ ഇങ്ങനെ ബലഹീനരായ വിശ്വാസികളുമുണ്ട്, ശക്തന്മാരായ വിശ്വാസികളുമുണ്ട്. ഇവർ തമ്മിൽ അന്യോന്യം എന്തോ ചെയ്തു? അവരന്യോന്യം ജഡ്ജ് ചെയ്യാനും അന്യോന്യം വിധിക്കാനും അന്യോന്യം ധിക്കരിക്കാനും തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ പൗലോസ് ആദ്യം പറഞ്ഞ വാക്ക് വെൽക്കം വൺ അനദർ, റിസീവ് വൺ അനദർ. ഫസ്റ്റ് അഡ്മോണിഷനാണ്, നിങ്ങൾ അന്യോന്യം സ്വീകരിക്കണം. ആദ്യത്തെ 3 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. സംശയവിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനരായവരെ ചേർത്തുകൊള്ളുവീൻ. ഒരുത്തൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു, ബലഹീനനോ സസ്യാദികളെ തിന്നുന്നു. തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്, ഡോണ്ട് ഡിസ്പൈസ്. തിന്നുന്നവൻ തിന്നാത്തവനെ വിധിക്കരുത്. തിന്നുന്നവനെ വിധിക്കരുത്. തിന്നാത്തവൻ്റെ പ്രശ്നം എന്നാ? അവനിതൊക്കെ തിന്നുമ്പം പറയും അവന് അനാത്മികനാണ്, അവനെ അങ്ങ് വിധിക്കുക, അത് ചെയ്യരുത്. പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ. അപ്പോൾ ആദ്യത്തെ 3 വാക്യം നോക്കിയാട്ടെ, ദൈവം അവരെ കൈക്കൊണ്ടു. ഈ 2 കൂട്ടരെയും ദൈവം കൈക്കൊണ്ടു. അതുകൊണ്ട് നമ്മൾ എന്നോ ചെയ്യണം? നമ്മളും അന്യോന്യം സ്വീകരിക്കണം. സംശയവിചാരങ്ങളെ വിധിക്കാതെ സ്വീകരിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ദൈവം നമ്മളെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സഹോദരന്മാരെ വിധിക്കാതെ, നമ്മുടെ സഹോദരന്മാരെ ധിക്കരിക്കാതെ അവരെ സ്വീകരിപ്പാൻ നമ്മൾ കടംപെട്ടവരാണ്. കാരണം ദൈവം ഇവരെ സ്വീകരിച്ചു. ദൈവം അവരെ സ്വീകരിച്ചു. എന്നാൽ വളരെ ഈ ഭാഗം പഠിച്ചപ്പോഴാണ് വളരെ പ്രാധാന്യത അറിയിക്കുന്ന ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല, ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ പത്രോസ് അപ്പോസ്തലനെ കുറിച്ചുള്ള ഒരു ഭാഗം ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. ഈ ഭാഗമാണ് അതിൻ്റെ പ്രശ്നം. അതായത് ദൈവം ജാതികളുടെ മധ്യത്തിലേക്ക് പത്രോസിനെ സുവിശേഷമായിട്ട് അയച്ചു. പത്രോസ് അവരുടെ അടുക്കൽ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുമ്പോൾ സഭ പത്രോസിനെ ക്രിട്ടിസൈസ് ചെയ്തപ്പോൾ 11-ാം അധ്യായം നോക്കിയാട്ടെ,
ആ ക്രിട്ടിസൈസ് ചെയ്തപ്പോൾ 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യം, ജാതികളും ദൈവജനം കൈക്കൊണ്ടുന്ന അപ്പോസ്തലന്മാരും യഹൂദയിലുള്ള സഹോദരന്മാരും കേട്ടു. പത്രോസ് യെരൂശലേമിൽ എത്തിയപ്പോൾ പരിശോധനക്കാർ അവനോട് വാദിച്ചു. ആരാ? സർക്കംസിസം ആളുകൾ. പരിശോധനക്കാർ വാദിക്കുകയാണ്, നീ അഗ്രജങ്ങളുടെ അടുക്കൽ ചെന്ന് അവരോടുകൂടെ ഭക്ഷിച്ചോ? പ്രശ്നം അതാ. പത്രോസിനോട് വാദിക്കുകയാണ്, നീ അവിടെ ചെന്ന് അവിടെ രാജികൾ രക്ഷിക്കപ്പെട്ടു, പക്ഷെ നീ അവൻ്റെ കൂടെ കഴിച്ചോ എന്ന് ചോദിച്ച് ഇവിടെ വാദം തുടങ്ങി. പത്രോസിൻ്റെ മറുപടി 15 തൊട്ടുള്ള വാക്യം നമുക്ക് കാണിച്ചു തരുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരികയാണ്. പത്രോസ് കാര്യം മുഴുവൻ പറഞ്ഞു. തുപ്പട്ടി ഇറങ്ങി വന്നതും പരിശുദ്ധാത്മാവ് നമ്മുടെ മേലെന്ന പോലെ ആദിയിൽ അവരുടെ മേലും വന്നു. അവരെ വെള്ളം കൊണ്ട് വിലക്കാൻ ഞാൻ ആരാണ്? ദൈവം പറഞ്ഞു, അവരെ ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 15 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ പത്രോസ് പറയുകയാണ്. ഇങ്ങനെ നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്ന അതേ ദാനത്തെ അവർക്കും കൊടുത്തുവെങ്കിൽ ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം ഞാൻ ആരാണ്? അവരെ കർത്താവ് സ്വീകരിച്ചു എന്ന് പത്രോസിന് മനസ്സിലായി. അവരെ സ്വീകരിച്ചു. പത്രോസിന് മനസ്സിലായി. എൻ്റെ സഹോദരന്മാരോട് ഞാനൊരു കാര്യം പറയട്ടെ. ഈ പത്രോസ് കുറച്ച് കഴിഞ്ഞപ്പം തിരിഞ്ഞു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പത്രോസ്, ഈ സഭയുടെ മുന്നിൽ ഇത് വാദിച്ച് നിന്ന പത്രോസ് കുറെ കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നമുണ്ടായി സഭയിൽ. കാണാം, ഒന്ന് നോക്കാം. അവിടെയാണ് ഞാൻ ഇന്ന് സന്ധ്യയിൽ വരുന്ന ഈ ഭാഗം വായിച്ചപ്പോൾ ഇന്ന് ഓർത്തപ്പോൾ പൗലോസ് ആരാണെന്നുള്ളതിൻ്റെ ഒരു മഹത്വം എനിക്ക് മനസ്സിലായി. നോക്കിയാട്ടെ, ഗലാത്യലേഖനം 2-ാം അധ്യായം എടുത്താട്ടെ. നമുക്ക് ഈ ഭാഗത്ത് തിരിച്ചു വരാം. ഗലാത്യലേഖനം 2-ാം അധ്യായം നോക്കിയാട്ടെ. ഗലാത്യലേഖനം 2-ാം അധ്യായം. ഗലാത്യലേഖനം 2-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 11 തൊട്ട് 21 വരെയുള്ള വാക്യം വായിക്കണം. പക്ഷേ അത്രയും വായിക്കാൻ നേരമില്ല. ഇനി 11-ാം വാക്യം നോക്കിയാട്ടെ. എന്നാൽ കേഫാവ് എന്ന് പറയുന്നത് പത്രോസാണ്. പത്രോസ് അന്ത്യോക്യയിൽ വന്നാറേ, ആന്റിയോക്ക് ഈ പഴയ സഭയിൽ വന്നാറേ, അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്തു. പൗലോസ് പത്രോസിനോട് എതിർക്കുകയാണ്. എന്താ പ്രശ്നം നോക്കിയാട്ടെ. ഇനിയും നോക്കേണ്ടത്, യാക്കോബിൻ്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോട് തിന്നു പോന്നു. അവൻ വന്നപ്പോഴോ അവൻ പരിശോധനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. സംഭവം മനസ്സിലായോ? അവിടെ അന്ത്യോക്യ സഭയിലെ യാക്കോബിൻ്റെ പാർട്ടിക്കാരുണ്ട്. യാക്കോബ് രക്ഷിക്കപ്പെട്ട ദൈവ ഇതല്ല, യാക്കോബ് ദൈവദാസനാണ്. പക്ഷെങ്കിൽ ഒരു യാക്കോബിൻ്റെ പാർട്ടിക്കാരുണ്ട്. അവരാണ് ഈ സർക്കംസിസം പാർട്ടി, അതായത് പരിച്ഛേദനക്കാർ. അപ്പോൾ ഈ യാക്കോബ് പറഞ്ഞയച്ചതല്ല, യാക്കോബിൽ ഇവിടെ വന്നിട്ടുമില്ല. പക്ഷേ യാക്കോബിൻ്റെ അടുക്കൽ നിന്ന് ചിലർ അവിടെ വന്നു. ഈ പത്രോസ് കൂടിയിരിക്കുന്ന, അപ്പോൾ പത്രോസിന് ഒരു പ്രശ്നവുമില്ലാതെ ജാതികളൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അവരോടുകൂടെ ഭക്ഷിക്കുന്നതിനൊന്നും പത്രോസിന് ഒരു പ്രശ്നവുമില്ല. കാരണം 3 കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തു. കാൽവറി ക്രൂശിൽ ക്രിസ്തു മരിക്കുന്നതിന് മുമ്പ്, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം ആദ്യത്തെ 20 വാക്യം, ക്രിസ്തു അവനെ പഠിപ്പിച്ചു, ഒന്ന് പുറത്തു നിന്ന് അകത്തോട്ട് വന്ന് ഒന്നും മലിനപ്പെടുത്തത്തില്ല, അകത്തുനിന്ന് പുറത്തോട്ട് വന്നാ മലിനപ്പെടുത്തുന്നത്. 15-ാം അധ്യായത്തിൽ മത്തായി 15-ൽ കർത്താവിനെ പഠിപ്പിച്ചു ക്രൂശീകരണത്തിന് മുമ്പ്. പിന്നീട് നമ്മളിപ്പം വായിച്ചു അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചു. ദൈവം എല്ലാം വിശദീകരിച്ചിരിക്കുകയാണ്. ആ പത്രോസ് അക്സെപ്റ്റ് ചെയ്ത് 15-ാം അധ്യായത്തിൽ ഈ അന്ത്യോക്യ സഭയിലെ പത്രോസ് യെരൂശലേം നേതാക്കന്മാരോട് വളരെ ശക്തമായിട്ട് നിന്ന് ഇതിനു വേണ്ടി വാദിക്കുന്നു. ആ പത്രോസ് ഇത് ഡിഫെൻഡ് ചെയ്തു. പുള്ളിക്ക് എന്നാ പറ്റി? ഇപ്പം പത്രോസിന് ഇപ്പോൾ എന്നാ പറ്റി? പത്രോസിൻ്റെ പ്രശ്നം എന്നാന്ന് നോക്കിയാട്ടെ. 12-ാം വാക്യം, ഗലാത്യലേഖനം 2:12, യാക്കോബിൻ്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോടെ തിന്നുപോന്നു. പൗലോസിന് അത് പ്രശ്നമല്ലായിരുന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. പിടികിട്ടിയോ? യാക്കോബിൻ്റെ പാർട്ടിക്കാരാ സഭയിൽ വന്നപ്പോൾ പത്രോസ് എന്നോ ചെയ്തു? ശരിക്ക് കപടഭക്തി. ഈ പത്രോസിന് കപടഭക്തിയോ? പിന്നെന്തോ അതിൻ്റെ പേര്? ഇവരെ പേടിച്ച് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാതെ പുള്ളി അങ്ങ് മാറി നിൽക്കുക. കാരണം മറ്റേ പാർട്ടിക്കാരാ വന്നിരിക്കുന്നത്. പത്രോസ് കപടം കാണിച്ചു. ഇനി അടുത്ത നോക്കിക്കട്ടെ, 13-ാം വാക്യം. ഞാൻ ഒരുപാട് ചിന്തിച്ചു കേട്ടോ, ഒരുപാട് ചിന്തിച്ചു. ഞാനത് പറയാൻ പോയാൽ ഇന്നത്തെ സമയം മുഴുവൻ എടുക്കും. അതിൻ്റെ 13-ാം വാക്യം നോക്കിയേ. ശേഷം യഹൂദന്മാരും അവനോടുകൂടെ കപടം കാണിച്ചതുകൊണ്ട്. പരിശുദ്ധാത്മാവ് എഴുതി വെച്ച വാക്ക് കണ്ടോ?
പത്രോസ് എന്തുവാ കാണിച്ചേ? കപടം കാണിച്ചു. ആരായി പത്രോസ്? സഭയുടെ തലവനാണ്. ഈ തലവൻ, ഈ പരിശുദ്ധാത്മാവ് ഇത്രയും കൺവിൻസ് ചെയ്ത മനുഷ്യനെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ കപടം കാണിച്ചെന്ന് മാത്രമല്ല, അടുത്തതാണ് എന്നെ ചിന്തിപ്പിച്ചത്. കാണിച്ചു, ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോയി. അയ്യോ, ഇംഗ്ലീഷ് ഞാൻ ബൈബിൾ നോക്കിയപ്പോൾ ഈവൻ ബർന്നബാസ് പോലും തെറ്റിപ്പോയത്. പരിശുദ്ധാത്മാവ് അങ്ങനെ എഴുതണമെങ്കിൽ ഈ ബർന്നബാസിന് പ്രബോധനപുത്രന് അപ്പോസ്തലന്മാർ പേര് കൊടുത്ത ഇതുപോലെ സാക്ഷ്യമുള്ളൊരു മനുഷ്യൻ, പൗലോസിനെ കൂട്ടിക്കൊണ്ടുവന്ന മനുഷ്യൻ, ശിഷ്യന്മാർ ഭയന്ന് ഈ പൗലോസിനെ കൂട്ടിക്കൊണ്ടുവരാതിരുന്നപ്പോൾ ഈ പൗലോസിനെ റീസ്റ്റോർ ചെയ്ത മനുഷ്യൻ, മർക്കോസിനെ വേണ്ട എന്ന് വെച്ചപ്പോൾ മർക്കോസിനെ കൂട്ടിക്കൊണ്ടു നടന്ന് റീസ്റ്റോർ ചെയ്ത മനുഷ്യൻ, നല്ല മനുഷ്യൻ എന്ന് പരിശുദ്ധാത്മാവ് എഴുതി വെച്ച ബർന്നബാസ്. ആ ബർന്നബാസ് ഇംഗ്ലീഷ് രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്, ഈവൻ ബർന്നബാസ് പോലും അവരുടെ കപടത്താൽ തെറ്റിപ്പോയി. ഇതാ സഭയുടെ പ്രശ്നം. സഭയിൽ ഇത്ര നേതൃത്വം കൊടുത്ത ഇദ്ദേഹത്തിനും ഇത് പറ്റി. പത്രോസിന് എന്നാ പറ്റിയത്? പത്രോസിൻ്റെ പ്രോബ്ലം എന്നായിരുന്നു? പത്രോസിൻ്റെ പ്രോബ്ലം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു കാര്യം വ്യക്തമായി, അവരെ ഭയന്നായത് ചെയ്തത്. ഒരു കാര്യം നമ്മൾ ഓർക്കണം. സദൃശ്യവാക്യം പ്രൊവേബ്സ് 29:25 ഞാനെപ്പോഴും എടുക്കുന്ന ഒരു വാക്യമാണ്. സദൃശ്യവാക്യം 29:25 ഇങ്ങനെ വായിക്കുന്നുണ്ട്, മനുഷ്യഭയം ഒരു കെണിയാണ്. ദ ഫിയർ ഓഫ് മാൻ ബ്രിങ്ങത്ത് എ സ്നേക്. പത്രോസ് ഇവരെ ഭയപ്പെട്ടു. അവരുടെ അക്സെപ്റ്റൻസിന് വേണ്ടി പത്രോസ് ആഗ്രഹിച്ചു. ഇവരുടെ കൂടെ ഭക്ഷിക്കുന്നത് ഈ സർക്കംസിസം പാർട്ടിക്കാർ, യാക്കോബിൻ്റെ ആളുകൾ കണ്ടാൽ പ്രശ്നമാകുമെന്ന് വിചാരിച്ച് പുള്ളി ഒരു ചെറിയ കപടം കാണിച്ചു. പക്ഷേ ആ കപടത്തിൽ മറ്റുള്ളവരും ചേർന്ന് എന്തോ പറ്റി? ബർന്നബാസ് പോലും തെറ്റിപ്പോയി. എഴുതി വെച്ച വാക്ക് നോക്കിയ ഈവൻ ബർന്നബാസ്. ഭയന്നിട്ടാണ് പറ്റിയത്. ഈ പത്രോസിന് എന്താ ഇങ്ങനെ ചെയ്യാൻ കാരണം? പത്രോസ് ഇമ്പൾസീവ് മാനായിരുന്നു. എന്ന് പറഞ്ഞാൽ വികാരത്തിൽ തങ്ങി നിൽക്കുന്ന, ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാണ്. നമ്മളെല്ലാം ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. സം പീപ്പിൾ ആർ വെരി ഇമ്പൾസീവ്. ചിലർ വളരെ ചിലരോടൊക്കെ വർത്താനം പറഞ്ഞാൽ അന്നേരം അങ്ങ് ദേഷ്യപ്പെടും. ചിലരന്ന് എന്തെല്ലാം ചെയ്താലും അനങ്ങത്തില്ല. വി ആർ ഓൾ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്. പത്രോസിൻ്റെ ക്യാരക്ടർ ഇമ്പൾസീവ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പത്രോസ് ഒരു വികാരത്തിൻ്റെ അടിമപ്പെട്ടിരിക്കുക. ഉദാഹരണമായിട്ട് ഈ ക്യാരക്ടർ പെട്ടെന്ന് മാറും. കർത്താവ് ജലത്തിൽ വെള്ളത്തിന് സമുദ്രത്തിൻ്റെ മേൽ നടന്നു വരുന്നത് കണ്ടപ്പോൾ എനിക്ക് നടക്കണമെന്ന് വരാൻ പറഞ്ഞു. ഇച്ചിരി അങ്ങോട്ട് ചെന്നപ്പോൾ ആ പുള്ളി ചുറ്റും നോക്കി വെള്ളത്തിലങ്ങ് താഴാൻ തുടങ്ങി. അപ്പുറം മാളിമുറിയിൽ വെച്ച് പത്രോസ് പറയുന്നു, കർത്താവ് നിൻ്റെ കൂടെ ചാകാൻ വന്നാലും ഞാൻ നിന്നെ തള്ളി പറയത്തില്ല. ഇച്ചിരി കഴിഞ്ഞപ്പോൾ എന്നെ പറ്റി, ഞാൻ അറിയുന്നില്ലെന്നും പറഞ്ഞ് പ്രാകുക. ഇറ്റ് ഷോസ് ഹിസ് ക്യാരക്ടർ. ഇത്രയും വാദിച്ച, ഈ പ്രശ്നത്തിന് വേണ്ടി വാദിച്ച പത്രോസ് ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു, ഈ യാക്കോബിൻ്റെ പാർട്ടിക്കാരെ ഭയപ്പെട്ട് ഇവിടെ എന്തോ പറ്റിയെന്നാ അവന് കപടം കാണിച്ചതാണ്. ബർന്നബാസ് പോലും തെറ്റിപ്പോകത്തക്കവണ്ണമുള്ള. എന്നാൽ അവിടെ നിങ്ങളൊരു കാര്യം ഓർത്തി, ആരാ എതിർത്തത്? ഇത് കണ്ടപ്പോൾ ആരാണ് എതിർത്തത്? പൗലോസ്. ആ മനുഷ്യനെ നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നാം വാസ്തവത്തിൽ ആദരിക്കാൻ പോകുന്നൊരു മനുഷ്യനാണ് ഇപ്പോൾ പൗലോസ്. ഞാൻ ഈ ഭാഗത്തിൽ ഒരു കാര്യം കൂടെ ഓർപ്പിച്ചോട്ടെ. ഈ കപടം കാണിച്ചപ്പോൾ അതിൻ്റെ 13-ാം വാക്യം, ശേഷം യഹൂദന്മാരും, നോക്കണം, ഈ അന്ത്യോക്യ സഭയിലെ ശേഷം യഹൂദന്മാരും അവനോടുകൂടെ കപടം കാണിച്ചുകൊണ്ട് ബർന്നബാസ് അവരുടെ കപടത്താൽ തെറ്റിപ്പോയി. അപ്പോൾ ഈ വാക്യങ്ങളിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഈ അന്ത്യോക്യ സഭയിൽ 2 പാർട്ടിയായി കഴിഞ്ഞു. യഹൂദന്മാർ പരിശോധനയേറ്റവരുടെ കൂടി അവരൊരു പാർട്ടിയായി മാറി. ഈ ജാതികൾ മാറി നിൽക്കുക. പൗലോസ് നഖശിഖാന്തം എതിർത്തു. അതിൻ്റെ 11-ാം വാക്യത്തിൽ, ഞാൻ പത്രോസിൽ, അതായത് കേഫാവിൽ അന്ത്യോക്യയിൽ വന്നപ്പോൾ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്തു നിന്നു. എന്തിനാ ദൈവാത്മാവ് ഇത് എഴുതി വച്ചിരിക്കുന്നേ? ഇതെഴുതി വച്ചിരിക്കുക. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഈ പൗലോസ് ഈ കാര്യത്തിൽ ഇങ്ങനെ എതിർത്ത് നിന്ന സത്യം അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തില്ലെങ്കിൽ ബർന്നബാസിനെയും പൗലോസിനെയും ആദ്യത്തെ മിഷണറി യാത്രയ്ക്ക് അയക്കുന്ന ഈ അന്ത്യോക്യ സഭ ഒരിക്കലും അത് ചെയ്യാൻ കഴിയാതെ പോയനെ. പൗലോസ് മൂലമാണ് സാധിച്ചത്. 2, ഈ സർക്കംസിസം പാർട്ടി, ഈ പരിശോധനക്കാരുടെ സംഘം ഈ സഭ 2ആക്കിയനെ.
ഈ പ്രാദേശിക സഭ, അന്ത്യോക്യ സഭ, സാക്ഷ്യമുള്ള സഭ രണ്ടാക്കിയേനെ. പക്ഷെ അവിടെ ആ സത്യം ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ നഖശിഖാന്തം എതിർത്ത ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് പൗലോസാണ്. സുവിശേഷത്തിൻ്റെ സത്യത്തിന് വേണ്ടി പൗലോസ് പത്രോസിനോട് പോലും വാദിച്ച് നിന്ന മനുഷ്യനാണ്. പൗലോസിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, ഈ ബർന്നബാസും തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ആ വാക്യത്തിന് മുന്നിൽ ഇരുന്ന് പോയി നമുക്കും പറ്റാം. ഇത്ര വലിയ ബർന്നബാസും തെറ്റിപ്പോയി, ഇത്ര വലിയ പൗത്രോസും തെറ്റിപ്പോയി, യഹൂദന്മാരിൽ പല വിശ്വാസികളും തെറ്റിപ്പോയി, കപടത്താൽ തെറ്റിപ്പോയി. സഭയിലൊക്കെ ഇന്ന് സംഭവിക്കുന്നത് എന്നാ? ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എൻ്റെ സഹോദരന്മാരെ, ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നാം ഓർക്കണം, അന്ത്യോക്യ സഭയിൽ ഈ പ്രശ്നം ഉണ്ടാകുകയാണ്. വീണ്ടും നമുക്കിവിടെ വരാം. ഈ റോമലേഖനം 14 അധ്യായം നോക്കാം. ആദ്യത്തെ 3 വാക്യത്തിൽ നമ്മൾ കണ്ടത്, ദൈവം നമ്മളെ സ്വീകരിച്ചു, ശക്തനെയും സ്വീകരിച്ചു, അശക്തനെയും സ്വീകരിച്ചു. അതുകൊണ്ട് നമ്മൾ എന്നോ ചെയ്യണം? നമ്മൾ അന്യോന്യം സ്വീകരിപ്പാൻ കടംപെട്ടവരാണ്. നാം അന്യോന്യം സ്വീകരിക്കണമെന്നുള്ളത് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈ ശക്തന്മാരെ കുറച്ചുകൂടെ സ്പിരിച്വൽ ട്രൂത്തുകൾ അറിയാവുന്നവരാണ്. എന്നാൽ ഈ ബലഹീനരെന്ന് പറയുന്നവർ അത്രയും വളർന്നിട്ടില്ല. പക്ഷേ അത് മനസ്സിലാക്കി അവരെ സ്വീകരിപ്പാനായിട്ട് നാം കടംപെട്ടവരാണ്. നമുക്ക് 4-ാം വാക്യം നോക്കാം. ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നു, മറ്റൊരുത്തൻ്റെ ദാസനെ വിധിപ്പാൻ നീ ആരാണ്? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനൻ അത്രേ. അവനെ നിൽക്കും താനും അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. ഗോഡ് സസ്റ്റെയിൻസ് ഹിസ് സോൾ. ദൈവം തനിക്കുള്ളവരെ നിർത്തുന്നു. ദൈവത്തിന് കഴിയും. ഈ വീക്കായിട്ടുള്ള ബലഹീനരായ സഹോദരനെയും ശക്തനായ സഹോദരനെയും ഒക്കെ നിർത്താൻ കഴിയുന്നത് ദൈവമാണ്. അതുകൊണ്ട് നീ വിധിക്കരുത്, ധിക്കരിക്കരുത്. കാരണം യു ആർ ടേക്കിംഗ് ദ പ്ലേസ് ഓഫ് ഗോഡ്. നീ ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. ദൈവമാണ് വിധിക്കേണ്ടത്. ഒരു കാര്യം ഓർക്കണം, ഈ ഒപ്പീനിയൻസ് ഞാനിങ്ങനെ വായിച്ചപ്പോൾ ഓർത്ത്, അവർ സക്സസ് ഡസൻ ഡിപ്പെൻഡ് അപ്പോൺ ദ ഒപ്പീനിയൻ ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് അതർ ക്രിസ്ത്യൻസ്. മറ്റുള്ളവരുടെ ഒപ്പീനിയനെ ആസ്പദമാക്കിയല്ല നമ്മളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ വിജയം ഇരിക്കുന്നത്, സക്സസ് ഇരിക്കുന്നത്. സക്സസ് ഇരിക്കുന്നത് എവിടാണെന്നറിയാമോ? ഈ 4-ാം വാക്യത്തിലൊരു പ്രയോഗമുണ്ട്, മറ്റൊരുത്തൻ്റെ ദാസനെ വിധിപ്പാൻ നീ ആരാണ്? ദാസൻ, ആ വേർഡ് നോക്കിയാണ്ട് സെർവൻറ്റ്. എ സെർവൻ്റ് എന്ന് പറയുന്ന ആൾ ആരായിരിക്കണമെന്നറിയാമോ? വൺ ഹു സെർവ്സ് ഹിസ് മാസ്റ്റർ. അവൻ്റെ യജമാനെ ശുശ്രൂഷിക്കുന്നവൻ. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, യജമാൻ്റെ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വഴക്ക് പിടിക്കാനും വിധിക്കാനും അവർക്ക് നേരമില്ല. They don't have time. അവർക്ക് നേരമില്ല. അവർ യജമാനൻ്റെ ശുശ്രൂഷയിൽ വ്യാപൃതരായിരിക്കുന്നുണ്ട്. അവർക്ക് അതിന് നേരമില്ല. ആരാ ഈ പ്രശ്നം ഉണ്ടാക്കുന്നേ? ദാസന്മാരല്ലാതെ കഴിയുന്നവരാണ്. അവർക്ക് ഈ വഴക്കിനെ നേരമുള്ളൂ, കർത്താവിനെ സേവിപ്പാൻ നേരമില്ല. ഇവിടെ എടുത്തു പറയുന്നു, മറ്റൊരുത്തൻ്റെ ദാസനെ വിധിപ്പാൻ. ദൈവത്തിൻ്റെ സ്ഥാനം നീ എടുക്കരുത്, അവനെ നിൽക്കുവാറാക്കുവാൻ കർത്താവിന് കഴിയുമെന്നുള്ളത് എടുത്തു പറയുകയാണ്. പൗലോസ് 3-ാമത് എടുത്തു പറഞ്ഞത് 5 തൊട്ട് 9 വരെയുള്ള വാക്യം നമ്മൾ എടുത്താൽ, ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്. 8 പ്രാവശ്യം ലോഡ് എന്നുള്ള വാക്ക് 5 തൊട്ട് 9 വരെയുള്ള വാക്യത്തിലോട്ട് നമുക്കവിടെ ഒന്ന് വായിക്കാം. ഒരുത്തൻ ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു, വേറൊരുത്തൻ സകല ദിവസങ്ങളെയും മാനിക്കുന്നു. ഓരോരുത്തൻ താൻ തന്നെ മനസ്സിൽ ഉറച്ചുകൊള്ളട്ടെ. ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു, തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു, അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ. തിന്നാത്തവൻ കർത്താവിനായി തിന്നാതിരിക്കുന്നു, അവനും ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ജീവിക്കുന്നെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിൽ നാം കർത്താവിനുള്ളവരാകും. കർത്താവെന്ന വാക്ക് ഇവിടെ 8 പ്രാവശ്യം എടുത്ത് ഉപയോഗിച്ചു. ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്. നമ്മുടെ പ്രാദേശിക സഭയിലെ ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുമ്പോൾ ഈ വാക്ക് വളരെ പ്രാധാന്യത അർഹിക്കുന്നു. എന്താ കാര്യം? ജീസസ് ഈസ് ലോർഡ്. യേശു കർത്താവാണ്. നോക്കുക, ലോക്കൽ ചർച്ചസ്, നമ്മുടെ സ്ഥലസഭയിൽ കാണുന്ന ചില കാര്യങ്ങളൊക്കെ അല്പം ട്രഡീഷനെ ബേസ് ചെയ്താണ്. ഈ ട്രഡീഷനിൽ നിന്ന് ചലിക്കുമ്പോൾ പ്രശ്നങ്ങളിലേക്ക് പോകും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ ഭാഗം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത്, ഈ റേഡിയോ മിനിസ്ട്രി ആദ്യം തുടങ്ങുന്നു. ക്രിസ്ത്യാനികൾ ആദ്യം റേഡിയോ വന്ന സമയത്ത് റേഡിയോ മിനിസ്ട്രി തുടങ്ങും. അന്ന് ഒരു കൂട്ടം ആളുകൾ അതിനെ ഭയങ്കരമായിട്ട് എതിർത്തു.
എതിർത്ത് എന്താ കാരണമെന്നറിയാവോ? അവർ പറയുന്നു സാത്താനാണ് ഈസ് ദ പ്രിൻസ് ഓഫ് ദ പവർ ഓഫ് ദ എയർ. ഈ സ്വർലോകങ്ങളിലെ ദൈവം അവനാ, അല്ലെ കർത്താവനാ. അതുകൊണ്ട് ഈ ആകാശത്തൂടെ ഈ സുവിശേഷം പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. ഒരു കൂട്ടർ അതിനു വേണ്ടി എതിർത്തു. കാരണം അവരുടെ ട്രഡീഷനിൽ നിന്ന് അല്പം മാറിയപ്പോഴത്തേക്ക് പ്രശ്നമായി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തെല്ലാം ട്രഡീഷനാണ് സഭ ഈ വിധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. മിയർ ട്രഡീഷൻ. പക്ഷെ അവിടെ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, ഹീസ് ലോർഡ്, അവനാണ് കർത്താവ്. എന്നാൽ ഒരു കാര്യം ഞാനൊന്ന് ഓർപ്പിച്ചോട്ടെ. വീണ്ടും പത്രോസിൻ്റെ കാര്യമാണ് വരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം എടുത്താട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം ഞാൻ ഓർക്കുകയായിരുന്നു. ഈ പത്രോസിൻ്റെ ജീവിതം ഒന്ന് പഠിച്ചാൽ ഏതാണ്ട് നമ്മുടെ ജീവിതത്തോട് തുലനമായൊരു ജീവിതമാണ്. നല്ലൊരു പ്രോഫിറ്റബിൾ സ്റ്റഡി ആയിരിക്കും. 21-ാം അധ്യായം എടുത്താട്ടെ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം, അതിൻ്റെ 15 തൊട്ട് 25 വരെയുള്ള വാക്യമാണ്. 15 തൊട്ട് 25 വരെയുള്ള വാക്യമാണ്. എല്ലാ ഭാഗങ്ങളും എടുക്കാൻ നിവൃത്തിയില്ല. പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞ് പോയി. കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് അവനെ റീസ്റ്റോർ ചെയ്തു, അവനെ യഥാസ്ഥാനപ്പെടുത്തിയ ശേഷം കർത്താവിനോട് പറഞ്ഞ വാക്കെന്നാണെന്നറിയാമോ? 19-ാം വാക്യം നോക്കിയാട്ടെ. അതിൻ്റെ അവസാനം ഒരു വാക്ക് പറയുന്നു, എന്നെ അനുഗമിക്കുക, ഫോളോ മീ. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, ഫോളോ മീ. അവനെ യഥാസ്ഥാനപ്പെടുത്തി. 3 പ്രാവശ്യം ആണയിട്ട് പ്രാഗി തെള്ളിപ്പറഞ്ഞു പോയ പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തിയിട്ട് കർത്താവിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, യു ഫോളോ മീ, നീ എന്നെ അനുഗമിക്കണം. പക്ഷേ ഇത് കർത്താവിനെ അനുഗമിക്കുക പത്രോസ്. 20-ാം വാക്യം നോക്കിയാട്ടെ. പത്രോസ് തിരിഞ്ഞു. പത്രോസ് മുന്നോട്ട് കടന്നപ്പം പുറകിലൊരു ശബ്ദം കേൾക്കാം. ആരോ പുറകെ വരുന്നുണ്ട്. 20-ാം വാക്യം, പത്രോസ് തിരിഞ്ഞു, യേശു സ്നേഹിച്ച ശേഷം പിൻചെല്ലുന്ന കണ്ടു. അത്താഴത്തിൽ അവൻ്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട്, കർത്താവേ, നിന്നെ കാണിച്ചു കൊടുക്കുന്നതിന് ആരെന്ന് ചോദിച്ചു ഇവനാവും. അവനെ പത്രോസ് കണ്ടിട്ട്, അടുത്ത ഭാഗം നോക്കിക്കോട്ടെ, കർത്താവേ, ഇവൻ എന്ത് ഭവിക്കുമെന്ന് യേശുവിനോട് ചോദിച്ചു. യേശു അവനോട്, ഞാൻ വരുവോളം അവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്താ? ഇത് പറഞ്ഞേച്ച് പിന്നെയും കർത്താവ് എന്താ എടുത്ത് പറഞ്ഞ്, നീ എന്നെ അനുഗമിക്കുക. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. പത്രോസിൻ്റെ പ്രശ്നം, പത്രോസിനോട് യഥാസ്ഥാനപ്പെടുത്തി കർത്താവ് പറഞ്ഞു, നീ എന്നെ അനുഗമിക്കാനായിട്ട് പറഞ്ഞു. കർത്താവിനെ അനുഗമിച്ചപ്പോൾ ആ പുറകെ ഒരുത്തം വരുന്ന ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ അത് യോഹന്നാനാണ്. ഉടനെ കർത്താവിനോട് ചോദിച്ചു, ഇവൻ എന്നോ ഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി വാട്ട് ഈസ് ദാറ്റ് ടു ദീ? ഇംഗ്ലീഷിൽ അങ്ങനെയാണ്, വാട്ട് ഈസ് ദാറ്റ് ടു ദീ? അവൻ പുറകെ വരുന്നതൊക്കെ നിനക്കെന്നാന്നാ ചോദിച്ചേ. നിനക്കെന്നാ അതിനകത്ത് വിഷയം? എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഫോളോ ദൗ മീ. എന്നിട്ട് അവിടെ എടുത്തു പറഞ്ഞത് നോക്കിയേ, ആ വാക്യം നോക്കിയാട്ടെ. 22-ാം വാക്യം. ഓക്കെ, 19-ാം വാക്യത്തിൽ എന്നെ അനുഗമിക്കാന്നേ പറഞ്ഞുള്ളൂ. എന്നാൽ 22-ാം വാക്യത്തിൽ നോക്കിയാട്ടെ, നീ എന്നെ അനുഗമിക്കുക, ഫോളോ ദൗ മീ. നിന്റെ ജോലി എന്നാ? അവൻ എന്നോ പറ്റും, അല്ലെ അവൻ്റെ കാര്യം എന്തോ നോക്കാനല്ല, നീ എന്നെ അനുഗമിച്ചാൽ മതി. കർത്താവ് വീണ്ടും പത്രോസിനെ റിബ്യൂക്ക് ചെയ്യുന്നു. എൻ്റെ സഹോദരന്മാരെ, അതാ നമ്മളിപ്പം വായിച്ചത്. റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 5 തൊട്ട് 9 വരെയുള്ള വാക്യത്തിൽ അതാണ്, ഹീസ് ദ ലോർഡ്. ആ യോഹന്നാൻ പുറകെ വരുന്നതും യോഹന്നാനെ എന്തെങ്കിലും കർത്താവ് ജയിക്കുന്നത് പത്രോസിനോട് ചോദിച്ചു, നിനക്കെന്നാന്ന് ചോദിച്ചു. ഇവിടെ കർത്താവ് അതാ പറഞ്ഞത്. ഇവിടെ 5 തൊട്ട് 9 വരെയുള്ള വാക്യത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നതാ. അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നോക്കിയാട്ടെ. ജീവിക്കുന്നെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നെങ്കിൽ കർത്താവിന്. അതുകൊണ്ട് ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിൽ നാം കർത്താവിനുള്ളവരാകുന്നു. വെദർ വി ലിവ് ഓർ വെദർ വി ഡൈ, വി ആർ ദ ലോർഡ്സ്. നാം കർത്താവിൻ്റെതാണ്. നമ്മുടെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ടു കീപ് ദ ഫെലോഷിപ്പ്. യേശുവിനെ അനുഗമിച്ചാൽ മതി. നമ്മുടെ കണ്ണ് യോഹന്നാനെ നോക്കാനൊന്നും പോണ്ട. അവനെന്നോ പറ്റുമെന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ചിലരുടെ കണ്ണ് അങ്ങോട്ടിരിക്കുക. ഞാൻ പറയുക, ചിലർ ഈ പരുന്തിന് ഈ താഴെ കൂടെ പറന്ന് അതിൻ്റെ കണ്ണ് എപ്പോഴും കോഴിക്കുഞ്ഞ് എവിടാന്നാണ്. ചില വിശ്വാസികൾ മൂപ്പന്മാരും അങ്ങനെ. ആ കണ്ണ് കോഴിയെ ഒന്ന് റാഞ്ചാൻ വേണ്ടി മാത്രം ഇരിക്കുക. കാരണം അത് പരുന്തായതുകൊണ്ടാണ്. അതിൻ്റെ കണ്ണ് റാഞ്ചാൻ നോക്കിയിരിക്കുക. ആരോ മലയാളത്തിലൊരു പറച്ചിലുണ്ട്, ക്ഷീരമുള്ള ഒരു അകിടിൻ ചോര തന്നെ കൊതുകിന് കൗതുകം.
പാല് നിറഞ്ഞു നിൽക്കുക അകിടിൽ, പക്ഷേ കൊതുകിന് ഇഷ്ടമാ ചോരയാണ്. ദൈവമക്കളോട് കർത്താവ് പറഞ്ഞു, നീ എന്നെ അനുഗമിച്ചാൽ മതി, യു ഫോളോ മീ. നീ മറ്റ് കാര്യം നോക്കണ്ടേ. എന്തൊരു ശക്തമായ വാക്കാന്ന് നോക്കിയാട്ടെ. രണ്ടാമത് പത്രോസിനോട് പറയുമ്പോൾ അവിടെ എടുത്തു പറഞ്ഞു, ഫോളോ ദൗ മീ, നീ എന്നെ അനുഗമിക്കുക. ശക്തമായി ഹീസ് ദ ലോർഡ്, അവൻ കർത്താവാണ്. അവന് നിർത്താൻ കഴിയും, ഒരുത്തനെ പിടിക്കാൻ കഴിയും, അവനോട് കണക്ക് പറയേണ്ടതാണ്. നമ്മൾ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എന്ത് ചെയ്താലും ഇറ്റ് ഈസ് ടു ദ ലോർഡ്, ഈസ് ദ ലോർഡ്. നാലാമത് അവിടെ നോക്കിയാട്ടെ, 10 തൊട്ട് 12 വരെയുള്ള വാക്യം. ആ സെക്ഷൻ്റെ ആ ഭാഗം കൂടെ തീരട്ടെ. 10 തൊട്ട് 12 വരെയുള്ള വാക്യം നമ്മൾ വളരെ സുപരിതമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നീ സഹോദരനെ വിധിക്കുന്നതെന്ത്, അല്ല നീ സഹോദരനെ ധിക്കരിക്കുന്നതെന്ത്. നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായസ്ഥാനത്ത് മുമ്പാകെ നിൽക്കേണ്ടി വരും. നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായസ്ഥാനത്ത് മുമ്പാകെ നിൽക്കേണ്ടി വരും. നിങ്ങളൊരു വാക്ക് ശ്രദ്ധിച്ചോ, ക്രിസ്തുവിൻ്റെ ന്യായസ്ഥാനത്തിന് മുമ്പിലേ നമ്മൾ നിൽക്കുകയുള്ളൂ. വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ ന്യായസ്ഥാനത്തിന് മുമ്പിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ എന്തിനാ ദൈവത്തിൻ്റെ ന്യായസ്ഥാനം എന്ന് ഉപയോഗിച്ച്? അതോ അബദ്ധം പറ്റിയതാണോ? നമ്മൾ വളരെ വ്യക്തമായി യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വായിക്കുന്നു, പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുക. ക്രിസ്തു നമ്മളെ ആഴമായി സ്നേഹിച്ചു. അവൻ നമ്മുടെ ആത്മനാഥനാണ്. അവനോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ട് നമ്മൾ കർത്താവിനോടുള്ള ബന്ധത്തിൽ വി ഹാവ് ടേക്കൺ മെനി തിങ്സ് ഇൻ ഗ്രാൻഡഡ്. പല കാര്യങ്ങളും നമ്മളൊരു ലാഘവബുദ്ധിയോടുകൂടെ എടുത്തിട്ടുണ്ട്. പക്ഷേ ന്യായവിധിയുടെ ദിവസം അതിന് പേര് കൊടുത്തത് ദൈവത്തിൻ്റെ ന്യായസ്ഥാനമാണ്. സഹോദരന്മാരോടുള്ള പ്രശ്നത്തിലുള്ള ബന്ധത്തിൽ അതിൻ്റെ പ്രാധാന്യത കാണിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ ന്യായാസനം എന്നുള്ള ഒരു വാക്ക് നമ്മൾ ഓർക്കണം. നമുക്ക് 8-ാം അധ്യായം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു, ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷയുമില്ല, നമുക്ക് ശിക്ഷയൊന്നുമില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുന്ന ദിവസം ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും കൂടുതൽ പരിശോധിക്കപ്പെടാൻ പോകുന്നത് കർത്താവ് സഭയുടെ ഐക്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ജീവൻ കൊടുത്ത് ഒരിടയനെ ഒരാട്ടിൻകൂട്ടമാക്കി തീർക്കുവാൻ അവൻ പരിശ്രമിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് പരിശ്രമിക്കുമ്പോൾ, എല്ലാ ഞായറാഴ്ച ഒരു അപ്പമെടുത്ത് നുറുക്കി ഞങ്ങൾ ഒന്നാന്ന് പ്രഖ്യാപിച്ചേച്ച് കാല് വാരുമ്പോൾ ഏറ്റവും അധികം ശക്തമായി ദൈവം ന്യായവിധി നടത്താൻ പോകുന്നത് ഈ സാഹോദര്യ ബന്ധത്തെ ഉലച്ചതായിരിക്കും. ഇവിടെ രേഖപ്പെടുത്തിയ പോലെ ദൈവത്തിൻ്റെ ന്യായമുമ്പാകെ നിൽക്കേണ്ടി വരും, കണക്ക് കൊടുക്കും. മാത്രമല്ല ഓരോരുത്തൻ കണക്ക് കൊടുക്കും. 12-ാം വാക്യത്തിൽ, ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് കൊടുക്കും. എത്ര കരുതണം, എത്ര ശ്രദ്ധിച്ച് ജീവിക്കണം. സഭാ ജീവിതത്തിൽ ഈ ചിന്ത മനസ്സിൽ ഭരിച്ചിരുന്നെങ്കിൽ അടുത്ത സമയത്ത് ഒരു മൂപ്പൻ വിശ്വാസികളെയെല്ലാം കൈപൊക്കിച്ചു. വെള്ളസിംഹാസനം മുന്നിൽ നിൽക്കുന്നവർ കൈപൊക്കിക്കാൻ പലതും പറഞ്ഞു വന്ന് അവസാനം വിശ്വാസികളൊക്കെ കൈപൊക്കി. എന്തിനാ? വെള്ളസിംഹാസനം മുന്നിൽ നിൽക്കുക. അങ്ങനെ ഇപ്പോഴത്തെ മൂപ്പന്മാരൊക്കെ. എൻ്റെ സഹോദരന്മാരെ, പുൾപ്പിറ്റിലാണെങ്കിലും ദൈവജനം എടുത്തിട്ട് കൂട്ടാനോ സഹോദരന്മാരുടെ ബന്ധങ്ങളെ ഉലയ്ക്കുവാനോ ഈ സഭ 2-3 മൂപ്പന്മാരുടെ ഒന്നുമല്ല. ഈ സഭ ആരുടെയാണെന്നറിയാമോ? ജീവൻ കൊടുത്ത് മേടിച്ച കർത്താവിൻ്റെ സഭയാണ്. അവൻ്റേതാ സഭ. പക്ഷെ അവരുടെ ചിന്ത അവരുടേതാണെന്ന തുറന്ന് പറയും. ഇനിയും തുറന്ന് പറയുമ്പോൾ ക്ഷമിക്കണം. ഇത് ഇവരുടേതാണ് സഭയെന്നാണ് ഇവരുടെയൊക്കെ ചിന്ത, അവരുടെയൊന്നും അല്ല. കർത്താവ് ഓരോരുത്തർക്ക് കൃപാവരങ്ങൾ കൊടുത്തിട്ടുണ്ട്, കൊടുക്കാത്തവരും അവിടെ ഇരിപ്പുണ്ട്. അവർ കർത്താവിനോട് കണക്ക് പറയും. ഭയത്തോടെ കർത്താവിനെ സേവിക്കണം. ആ ദിവസം അത്ര ശക്തമായിരിക്കും. നമ്മൾ അവിടെ എടുത്തു പറഞ്ഞത് ദൈവത്തിൻ്റെ ന്യായാസനം. ഓരോരുത്തൻ കണക്ക് കൊടുക്കും, കൊടുത്തേ നിവൃത്തിയുള്ളൂ. പൗലോസ് അടുത്തായിട്ട് പറഞ്ഞു, 14-ാം അധ്യായത്തിൻ്റെ 13 തൊട്ട് 23 വരെയുള്ള വാക്യം പൗലോസ് എടുത്തു പറഞ്ഞു, എഡിഫൈ വൺ അനദർ. അന്യോന്യം എഡിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ആത്മീയ വർധന വരുത്താനായിട്ട് ആവശ്യപ്പെടുകയാണ്. കാരണം എന്നാണെന്നറിയാമോ? ഇനി പൗലോസ് 13 തൊട്ട് പൗലോസിൻ്റെ ജ്ഞാനം ശ്രദ്ധിക്കണം. ഇപ്പം ഇതുവരെയുള്ള വിഷയം 12 വരെയുള്ള നമ്മൾ പഠിച്ചത് അതങ്ങ് ആപ്ലിക്കബിൾ ആക്കുക. ബലഹീനൻ അവൻ ബലഹീനനായിട്ടിരുന്നോട്ടെ, ശക്തൻ അവൻ ശക്തനായിട്ടിരിക്കട്ടെ,
അതല്ല പൗലോസ് പറഞ്ഞത്. പൗലോസ് അടുത്ത ഭാഗത്ത് പറയുന്നത് വി ആർ ബ്രദേഴ്സ്, നമ്മൾ സഹോദരന്മാരാണ്. നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? 13 തൊട്ട് 21 വരെയുള്ള വാക്യത്തിൽ എഡിഫൈ വൺ അനദർ. നോക്കിയാട്ടെ 13 വാക്യം. അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കാതെ സഹോദരൻ ഇടർച്ചയോ തടങ്കലോ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചു കൊള്ളുക. അവിടെ അവർക്ക് ഇടർച്ച വെക്കാതെ നമ്മളെ അന്യോന്യം എഡിഫൈ ചെയ്യാനായിട്ട് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് മാസ്റ്റർ സെർവൻ്റ് എന്നുള്ള ബന്ധമാണ്, ദാസൻ യജമാനൻ, ലോഡ് എന്നുള്ള ബന്ധമാണ്. പക്ഷേ ഇപ്പോൾ അഡ്മോണിഷ് ചെയ്യുന്നത് ബ്രദേഴ്സ്, സഹോദരന്മാരാണ്. നമ്മൾ അന്യോന്യം ബലപ്പെടുത്തുന്നില്ലെങ്കിൽ ആത്മീകമായിട്ട് വളരത്തില്ല. ഈ രണ്ടു കൂട്ടർക്കും വളർച്ച ആവശ്യമാണ്. നമുക്കത് നോക്കാം. നോക്കുക, ഈ 13 തൊട്ട് 15 വരെയുള്ള വാക്യം നോക്കിയാൽ, 13 തൊട്ട് 15 വരെയുള്ള വാക്യം നമുക്ക് അവിടെ ഒന്ന് വായിക്കാം. ക്രിസ്ത്യൻ ബിഹേവിയർ അഫക്ട്സ് ഈച്ച് അതർ. അതായത് ക്രിസ്തീയ സ്വഭാവം, അവരുടെ ബിഹേവിയർ, അവരുടെ ഇടപെടൽ മറ്റുള്ളവരെ ബാധിക്കുമെന്നുള്ളത് എടുത്ത് പറയുകയാണ്. അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്, സഹോദരൻ ഇറച്ചിയോ തടങ്കലോ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചു കൊള്ളുക. യാതൊന്നും സ്വതവേ മലിനമല്ല എന്ന് ഞാൻ കർത്താവായ യേശുവിൽ അറിഞ്ഞും ഉറച്ചുമിരിക്കുന്നു. വല്ലതും മലിനമെന്ന് എണ്ണുന്നവന് മാത്രം അത് മലിനമാകുന്നു. നിന്റെ ഭക്ഷണ നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല. ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണ നിമിത്തം നശിപ്പിക്കരുത്. അന്ന് ഭക്ഷണമായിരുന്നു പ്രശ്നം, ഇന്ന് വേറെ ചിലതായിരിക്കും. ദൈവസഭ മറ്റുള്ളവരെ ആകർഷിക്കുന്നതായിരിക്കണം, മറ്റുള്ളവരെ അകറ്റുന്നതാകരുത്, മറ്റുള്ളവരെ വെറുപ്പിക്കുന്നതാകരുത്. ഞാൻ ചോദിച്ചോട്ടെ, നിന്റെ സഭയിൽ നിന്റെ ജീവിതം മൂലം എത്ര പേരെ കൊണ്ടുവന്നിട്ടുണ്ട്? എന്നാൽ വേറെ ഒരു ലിസ്റ്റ് മറുഭാഗത്തു നിന്നെടുത്ത് ഈ ലെഡ്ജർ വെച്ച് ഒരു വർഷത്തിൻ്റെ അവസാനത്തിൽ ലെഡ്ജർ എടുത്ത് വെച്ച് സൂക്ഷിക്കുമ്പോൾ ലാഭവും നഷ്ടവും കണക്കാക്കും. എത്ര പേരെ സഭയെന്ന് ഓടിച്ചതെന്നൂടെ കണക്കെടുക്കണം. ഇനി ലെഡ്ജറിനകത്ത് എത്ര പേരെ ഈ വർഷം സഭയെന്ന് ഓടിച്ചെന്നൂടെ കണക്കെടുക്കണം. അപ്പോൾ അറിയാം എന്തോ ആ സഭ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. കൊണ്ടിരുന്നില്ലെന്നുള്ളത് പോട്ടെ, ഇവിടുന്ന് ഓടിച്ചവരുടെ കണക്കും. ഇവിടെ ഒരു സഹോദരൻ്റെ ബിഹേവിയർ മറ്റൊരു സഹോദരനെ ബാധിക്കുമെന്ന് പൗലോസ് പറയുകയാണ്. പൗലോസ് അത് കണ്ടെടുത്ത് പറയുകയാണ്, നമ്മളെ മറ്റുള്ളവരെ സ്റ്റംബിൾ ചെയ്യിക്കാം, ഗ്രീവ് ചെയ്യിക്കാം, ഒരുത്തനെ നശിപ്പിക്കുകയും ചെയ്യാം. ഇവിടെ എടുത്തു പറഞ്ഞു, നിന്റെ ഭക്ഷണ നിമിത്തം സഹോദരനെ നശിപ്പിക്കരുത്. നിന്റെ ഭക്ഷണ നിമിത്തം സഹോദരനെ ഒരു കൂട്ടം ആളുകൾക്ക് വളരെ ജ്ഞാനം, ഞങ്ങൾക്ക് എന്തും ഭക്ഷിക്കാം, ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഒരുപോലാണ്, എന്നാൽ ബലഹീനായ സഹോദരന് ഈ വെജിറ്റബിളെ കഴിക്കാനൊക്കത്തുള്ളൂ എന്നും പറഞ്ഞാൽ ചില ദിവസത്തിന് പ്രാധാന്യം കൊടുത്ത് അവൻ അങ്ങനെ ജീവിക്കുക. നോക്കിയാട്ടെ, പൗലോസ് പറഞ്ഞൊരു വാക്ക് 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നോക്കിയാട്ടെ. 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ നമുക്ക് എല്ലാവർക്കും അറിവുണ്ടെന്ന് നമുക്ക് അറിയാം. എന്നാൽ അടുത്ത പൗലോസ് പറഞ്ഞു, അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹവും ആത്മീയവർദ്ധന വരുത്തുന്നു. നോളജ് പഫ്സ് അപ്പ് ബട്ട് ലവ്സ് ബിൽഡ് അപ്പ്. നോളജ് പഫപ്പ് ചെയ്യും. അത് നോക്കുക, ശക്തന്മാർക്ക് നോളജുണ്ട്, അവർക്ക് അറിവുണ്ട്. പക്ഷേ ആ അറിവ് ഇവിടെ എടുത്ത് എഴുതിഞ്ഞു, അത് ചീർപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നു, തിന്നുന്നവൻ അവന് എന്തോ ചെയ്യും? മറ്റവനെ ധിക്കരിക്കും. അറിവുണ്ട്, ഈ കാണിക്കുന്നതൊക്കെ തെറ്റല്ലേ, ഇതങ്ങനല്ലേ, ഇതൊന്നും വചനത്തിന് വിരുദ്ധമല്ലേ പറഞ്ഞ് അവനെ വിധിക്കാനായിട്ട് അവർക്ക് കഴിയും. പക്ഷേ പൗലോസ് പറയുക, ആ അറിവ് പഫപ്പ് ചെയ്യുകയാണ്. അത് പക്ഷേ സ്നേഹത്തിൽ നീ ഇടപെട്ടാൽ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബിൽഡ് അപ്പ്. അവനെ പണിയുവാനായിട്ട് സാധിക്കും. ഒരു കൊച്ചു കുഞ്ഞുങ്ങൾ, ഇപ്പം എൻ്റെ വീട്ടിൽ 2 കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. ഇരുട്ടിലൊക്കെ പോകാൻ അവർക്ക് പേടിയാണ്. അടുത്ത മുറിയിൽ നിന്ന് ഒരു സാധനം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ പറയും പേടിയാണ്. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആ കൊച്ചിനോട് പറയുക, അമ്മ അവിടെ ഇരുട്ടിനകത്ത് ഒന്നുമില്ല മോനെ, അവിടെ ഒന്നുമില്ല, വെറുതെ ഒന്നുമില്ല, നീ പോയി എടുത്തു. എത്ര അറിവ് പറഞ്ഞു കൊടുത്താലും ഈ കൊച്ചിനെ അത് മനസ്സിലാക്കാൻ കഴിയുമോ? ഇല്ല, അവന് പേടിയാണ്. അവന് പോയി എടുക്കാൻ പേടിയാണ്. അവൻ്റെ മനസ്സിൽ ആ ധാരണയൊക്കെ ഇരിക്കുക എന്തോ. എന്നാൽ ആ അമ്മ സ്നേഹത്തോടുകൂടെ അവൻ്റെ കരം പിടിച്ച് അവനെ കൂട്ടിക്കൊണ്ടുപോയി 1 പ്രാവശ്യം ചെയ്തു, 2 പ്രാവശ്യം ചെയ്തു, അവൻ്റെ പേടി അങ്ങ് മാറും. അത് സ്നേഹത്തിൽ ചെയ്യുന്ന. ദാറ്റ് ഈസ് എ വേ വി ഷുഡ് ബിഹേവ് വിത്ത് അതർ ബിലീവേഴ്സ്. മറ്റ് സഹോദരന്മാരോട് നമ്മൾ ഇടപെടേണ്ടത് അങ്ങനെയായിരിക്കണം. നമ്മൾ ഓർക്കണം, എന്നെ സംബന്ധിച്ചുള്ളതല്ല ഓർക്കേണ്ടത്,
എടുത്തോർക്കണം, ഹൗ ഇറ്റ് എഫക്ട്സ് മൈ ബ്രദർ. എൻ്റെ സഹോദരനോടുള്ള ബന്ധത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നതും ഭക്ഷണം കഴിക്കാതിരിക്കുന്നതുമൊക്കെ അവനെ എങ്ങനെ ബാധിക്കുന്നെന്നുള്ളത് ചിന്തിപ്പാനായിട്ട് നാം കടമ്പെട്ടവരാണ്. ഇന്നത്തെ പരീശന്മാരുടെ മനോഭാവം മേജറിങ് ഇൻ ദ മൈനർ എന്നാണ് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയത്. ചെറിയ കാര്യങ്ങൾ അങ്ങ് മേജർ ചെയ്യുക, മേജറിങ് ഇൻ ദ മൈനർ. നിസ്സാര കാര്യങ്ങൾ. മത്തായി 23 23-24 വാക്യം കർത്താവ് പറഞ്ഞ ആ വാക്യം ഒന്ന് വായിച്ചേക്കാം. പരീശ മനോഭാവത്തിൻ്റെ ഒരു ചിത്രമാണ്. മത്തായിയുടെ സുവിശേഷം 23 അധ്യായം, മാത്യു ചാപ്റ്റർ 23, അതിൻ്റെ 23-24 വാക്യം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുള്ളവരെ, നിങ്ങൾക്കാ കഷ്ടം. നിങ്ങൾ തുളസി, ജീരകം, ചതകുപ്പ, ജീരക ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വാസം ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ തേച്ച് കളയും ചെയ്തു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. ശരിയാ, കറിക്കകത്തോട്ട് ഇച്ചിരി ജീരകം എടുത്തിടുമ്പോൾ ഇച്ചിരി എടുത്തുള്ളൂ, പക്ഷേ അതിനകത്തുനിന്നൊരു ദശാംശം അതൊക്കെ കൃത്യമായിട്ട് ചെയ്യും. അതിന് അവർ ഭയങ്കര വിദഗ്ധന്മാരാണ്. പക്ഷേ ഇവിടെ കർത്താവ് പറഞ്ഞു അത് ഘനമേറിയ ചില കാര്യമുണ്ട്. കരുണ, ന്യായം, കരുണ, വിശ്വസത, അതൊക്കെ അവർ തള്ളിക്കളയാം. ഇന്ന് അതിൻ്റെ പേരാണ് മേജറിങ് ഇൻ മൈനർ. നിസ്സാര കാര്യങ്ങളിൽ മേജർ ചെയ്യുക. ഇന്നത്തെ ഒരു 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 ക്രിസ്തീയ സമൂഹം, സഭകളൊക്കെ ഇങ്ങനെ ആയിരിക്കുകയാണ്. ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചേക്കാം. ദൈവരാജ്യം 14-17 വാക്യം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. ഈ വാക്യം നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ? 5-ാം അധ്യായം എടുത്തു നോക്കി. റോമലേഖനം 5-ാം അധ്യായം. റോമലേഖനം 5-ാം അധ്യായത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ 1-ാം വാക്യം, 1-2 വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. കർത്താവ് യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ നീതി, സമാധാനം അത്രയുമല്ല, അടുത്തായിട്ട് പറഞ്ഞാൽ എന്നാ നോക്കി, നാം നിൽക്കുന്ന കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസ പ്രവേശനം ലഭിച്ചു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. റിജോയ്സ് എന്ന ഇംഗ്ലീഷിൽ വി റിജോയ്സ്. ആ 3 വാക്കുകൂടുണ്ട്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവ്, സന്തോഷം. ഈ 1-2 വാക്യത്തിൽ, റോമലേഖനം 5-1-2 വാക്യത്തിൽ ഒരു വിശുദ്ധൻ്റെ അവകാശമാണ് ഈ 3 കാര്യം. അത് 3 അവിടെ പറയുന്നു, ഇവിടെയും പറയുന്നു. അല്ലാതെ ഇവിടെ ഭക്ഷണം കഴിക്കുകയും ഇവിടെ ചിലത് കഴിക്കാതിരിക്കുകയും ഇവിടെ ചില ദിവസങ്ങൾക്ക് പ്രാധാന്യത കൊടുക്കുകയും ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി വളരെ പ്രാധാന്യത കൊടുത്ത് അങ്ങനെയൊന്നും ചെയ്യാനല്ല. സമാധാനം, ദൈവസഭയിൽ സമാധാനം ഉണ്ടായിരിക്കണം. ദൈവസഭയിൽ നീതി നടക്കണം. ദൈവസഭയിൽ ഈ സന്തോഷം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അവിടെ അനുഭവപ്പെടാനായിട്ട് ഇടയാകണം. നോക്കുക, ഹാർമോണിയസ് സ്പിരിറ്റ് സൂക്ഷിപ്പാൻ നമ്മൾ കടംപെട്ടിരിക്കുന്നു. 19 തൊട്ടുള്ള വാക്യം നോക്കിയാട്ടെ. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയവർദ്ധനയ്ക്കും ഉള്ളത് ശ്രദ്ധിച്ചുകൊള്ളുകയും. സമാധാനത്തിനും ആത്മീയവർദ്ധന. ഭക്ഷണ നിമിത്തം ദൈവനിർമ്മാണത്തെ അഴിക്കരുത്. എല്ലാം ശുദ്ധം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുന്നമാർ തിന്നുമാറ് മനുഷ്യനത് ദോഷമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാം ശുദ്ധമാണ്, എന്നോ കഴിക്കാം. പാമ്പിനെ തിന്നാമോ? തിന്നു. ഞാൻ ഓസ്ട്രേലിയയിൽ ഇരുന്നപ്പോൾ ചൈനയിൽ പോയിട്ട് വന്നൊരു ചെറുപ്പക്കാരനുണ്ട്, ഒരു ബ്രദറുകാരൻ. ഞങ്ങൾ വർത്തമാനം പറയാം. അപ്പോൾ അവന് നെറ്റിൽ നിന്ന് എടുത്ത് പടം കാണിക്കുക. എന്തോ അവൻ തിന്നെന്നറിയാമോ? തേളിനെ ഗ്രില്ല് ചെയ്ത് തിന്നേച്ച് വന്നിരിക്കുക. തേളിനെ അതെടുത്ത് കാണിച്ചു. അപ്പോൾ തേളിനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, വലിയ തേളെ, കൊച്ചു തേളെ. അവൻ എന്നോട് പറഞ്ഞു കൊച്ചു തേളിനെ അവൻ തിന്നുള്ളത്. തിന്നോട്ടെ, ഒരു കുഴപ്പമില്ല. തേളിനെ തിന്നാമോ? തിന്നു. ഞാൻ നാഗാലാൻഡിൽ ചെന്നപ്പോൾ പുഴുവിനെ പുറത്ത് എൻ്റെ മുന്നേ കൊണ്ട് വെച്ചേച്ച് പറഞ്ഞു, നല്ലതാ, കഴിച്ചോളാൻ പറഞ്ഞു. എനിക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ കഴിച്ചാൽ ഒരു പ്രശ്നവുമില്ല. എൻ്റെ കൂടെ ഒരു ബ്രാഹ്മിൻ കൺവേർട്ട് സുവിശേഷനുണ്ട്, ശങ്കർ നാരായണൻ. ബ്രാഹ്മിൻ കൺവേർട്ട്. ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം എടുത്ത് തിന്നുന്നു. എനിക്ക് തിന്നാൻ ബുദ്ധിമുട്ടായിരുന്നു. ഈ തിന്നത് കൊണ്ടോ തിന്നാതിരിക്കുന്നതുകൊണ്ടോ ഇതൊന്നും ഒരു കുഴപ്പവുമില്ല, എന്ത് വേണേലും തിന്നു. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കണ്ടോ, ഇവിടെ ഒന്നും അശുദ്ധമല്ലെന്നുള്ളത് പറയാം. എല്ലാം ശുദ്ധമാണ്. ഒരു ഭക്ഷണവും ഇന്ന് അശുദ്ധി എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഇടർച്ച വരുത്തുമാറ് തിന്നുന്നവൻ അത് ദോഷമാണ്. നമുക്ക് അത് ദോഷമായിട്ട് മാറും. നമ്മൾ ഓർക്കണം, ശക്തന്മാരുമുണ്ട്, ബലഹീനരുമുണ്ട്. ശക്തന്മാർ സ്നേഹത്തിൽ വളരണം.
ബലഹീനരോ അറിവിൽ വളരണം. രണ്ടുപേരും വളരണം. അതാ ഞാൻ പറഞ്ഞു, ശക്തന്മാർ സ്നേഹത്തിൽ വളരണം, ബലഹീനര് അറിവിൽ വളരണം. അവർ രണ്ടുപേരും വളരണം. എന്നാൽ നമ്മൾ പത്രോസ് രേഖപ്പെടുത്തി 2 പത്രോസ് 3:18 2 പത്രോസ് 3:18 വായിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവാനായിട്ട് ആവശ്യപ്പെട്ടു. അടുത്ത ലാസ്റ്റിലെ പാർട്ടോടെ നമുക്ക് നോക്കാം. നിങ്ങൾ 22 തൊട്ടുള്ള വാക്യം, നിനക്കുള്ള വിശ്വാസം ദൈവസന്നിധിയിൽ നിനക്ക് തന്നെ ഇരിക്കട്ടെ. താൻ സ്വീകരിക്കുന്നതിൽ തന്നെത്താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ. എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നു എങ്കിൽ അത് വിശ്വാസം ഉത്ഭവിക്കായകൊണ്ട് അവൻ കുറ്റക്കാരനാകുന്നു. വിശ്വാസത്തിൽ നിന്നുത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. എല്ലാം തിന്നാം, എന്ത് തിന്നാലും പ്രശ്നമല്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഇപ്പം പറയുന്നത് എന്നാ? വിശ്വാസത്തിൽ നിന്നുത്ഭവിക്കാത്തതൊക്കെ പാപമാണ്. എന്തുവാ പറയുന്നത്? 1 കൊരിന്ത്യർ 8-9 അധ്യായത്തിലേതാ വിഷയം. 1 കൊരിന്ത്യർ 8-9 അധ്യായത്തിലെ വിഷയം എന്നാ? ബിംബത്തിൻ്റെ മുന്നിൽ വെച്ച മാംസം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാമോ? കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അമ്പലത്തിലെ പ്രസാദം കൊണ്ടുവന്നാൽ കഴിക്കാമോ? കഴിച്ചു, ഒരു പ്രശ്നവുമില്ല. അത് ബിംബമൊന്നും അതിനകത്ത് കയറത്തില്ല, നമുക്കൊരു പ്രശ്നവുമില്ല, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമുക്കിതൊന്നും പ്രശ്നമല്ല. പക്ഷേ ഒരു ശക്തനായ വിശ്വാസി, ഒരു ബലഹീനനായ വിശ്വാസി, ഇതൊക്കെ പാപമാണെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു വിശ്വാസിയുണ്ട്. അവൻ്റെ മണ്ടയ്ക്ക് ഇത് അടിച്ചേൽപ്പിക്കാൻ നോക്കിയ, ഇതൊരു കുഴപ്പവുമില്ല, നീ അത് തിന്നെന്നും പറഞ്ഞ് അവനെ തീറ്റിക്കാൻ ശ്രമിച്ചാൽ അത് അവൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് കൊണ്ട് അതെന്തുമായി മാറും? പാപമായിട്ട് മാറും. അവൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് കൊണ്ട് അത് പാപമായിട്ട് മാറും. ഹി ഡോണ്ട് ഹാവ് ദറ്റ് കൺവിക്ഷൻ. ആ ബിംബത്തോടുള്ള ബന്ധത്തിൽ ഇന്നും അവന് മനസ്സിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. പക്ഷേ അവൻ്റെ മേൽ ശക്തന്മാർ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അത് പാപമാണെന്ന് പറയുന്നു. ദിസ് പ്രിൻസിപ്പിൾ ഈസ് ആപ്ലിക്കബിൾ ഇൻ എനി മാറ്റർ ഇൻ ദ അസംബ്ലി. സഭയിലുള്ള ഏത് പ്രശ്നത്തിലും ഈ മാറ്റർ, ഈ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിളാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 15-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ആ ഭാഗം കൂടെ ഞാൻ എടുത്ത് ആ പോർഷൻ അങ്ങ് അവസാനിപ്പിക്കാം. ഒരു കാര്യം കൂടെ ഈ 14-ാം അധ്യായത്തിൽ പറഞ്ഞു നിർത്തട്ടെ. 14-ാം വാക്യം നമ്മൾ വായിച്ചു. 14-ാം വാക്യത്തിൽ എന്താ വായിച്ചത്? യാതൊന്നും സ്വതവേ മലിനമല്ല. 20-ാം വാക്യം, എല്ലാം ശുദ്ധം തന്നെ. അപ്പോൾ ഒരു ഭക്ഷണവും ഇന്ന് മലിനമല്ല എന്നുള്ളത് തീർത്ത് പറഞ്ഞിരിക്കുന്നു. ഇനി എടുത്തു നോക്കാം. 15-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 7 വാക്യം കൂടെ നമുക്ക് വായിക്കാം. എന്നാൽ ആ 15-7 ഇത് അവസാനിക്കുന്നത്. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട് ആത്മീയവർദ്ധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. പൗലോസ് ഏത് കൂട്ടത്തിലാണ്? ബലഹീനരുടെ കൂട്ടത്തിലാണോ ശക്തരുടെ കൂട്ടത്തിലാണോ? ശക്തരുടെ കൂട്ടത്തിലാണ്. 1-ാം വാക്യം കണ്ടില്ലേ? എന്നാൽ ശക്തരായ നാം, വി എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുക. ശക്തരായ നാം. പൗലോസിനെ ശക്തന്മാരുടെ കൂട്ടത്തിൽ പൗലോസ് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. പൗലോസിന് സ്വാതന്ത്ര്യമുണ്ട്, എന്തും പഴിക്കാം. പരീശനായി ജീവിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തെ ഈ ശക്തന്മാരുടെ കൂട്ടത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ പൗലോസ് ഒരു ബേസിക് പ്രോബ്ലമാണ് കൊണ്ടുവരുന്നത്. ആ ബേസിക് പ്രോബ്ലം എന്താണെന്നറിയാമോ? സെൽഫിഷ്നെസ്. സ്വയം. ട്രൂ ക്രിസ്ത്യൻ ലവ്, ഒരു യഥാർത്ഥ ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത് സ്വയമല്ല, സെൽഫ്ലെസ്നെസ് ആണ്, സെൽഫിഷ്നെസ് അല്ല. ഇവിടെ എടുത്തു പറഞ്ഞിട്ട് അതിൻ്റെ 3-ാം വാക്യം നോക്കിയാട്ടെ. 3-ാം വാക്യം, നിന്നെ നിന്ദിക്കുന്നവരുടെ നീ തന്നെ മേൽ വീണു. പൗലോസ് പറയുകയാണ്, അതിൻ്റെ ഒന്നുകൂടെ വായിക്കാം. ശക്തരായ നാം അശക്തന്മാരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരൻ്റെ നന്മയ്ക്കായി ആത്മീയവർദ്ധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. നിന്നെ നിന്ദിച്ചവിടെ നിന്ന് എൻ്റെ മേൽ വീണു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. നമ്മൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കണമെന്ന് ശക്തന്മാരോട് പറഞ്ഞിട്ട് പൗലോസ് പിന്നെ കൊണ്ടുവരുന്നത് ക്രിസ്തുവിനെയാണ്. നമ്മുടെ മുന്നിൽ ദൃഷ്ടാന്തമായി ക്രിസ്തുവിനെ കൊണ്ടുവരികയാണ്. ഈ വാക്യം ഏതാണെന്നറിയാമോ? 69-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാം വാക്യമാണ്. 69-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാം വാക്യമാണ്. അവിടെ നിന്നെ നിന്ദിച്ചവിടെ നിന്ന് എൻ്റെ മേൽ വീണു. എന്തിനാ അത് പറഞ്ഞത്? ക്രിസ്തു ഒരു ട്രെമൻഡസ് പ്രൈസ് കൊടുത്തു നമ്മെ അവൻ്റെ സ്വന്തമാക്കാൻ. നിന്നെ നിന്ദിച്ചവിടെ നിന്ന് എൻ്റെ മേൽ വീണു. ശക്തന്മാർ ഒരിക്കലും ചിന്തിക്കരുത്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ ഈ ബലഹീനരെ നേടാൻ ചില സാക്രിഫൈസൊക്കെ ചെയ്യുകയാണെന്ന് ചിന്തിക്കരുത്. അവിടെ പൗലോസ് പറയുകയാണ്, നിൻ്റെ ആ ചിന്താഗതി ക്രിസ്തു അനുഭവിച്ച ത്യാഗത്തോടുള്ള ബന്ധത്തിലൊന്ന് നോക്കുക. അത് നിസ്സാരം.
ഒരു ലവിങ് പേരൻറ്റ്, ഒരു സ്നേഹിക്കുന്ന അപ്പനും അമ്മയും. എൻ്റെ വീട്ടിൽ എൻ്റെ കൊച്ചുമക്കളെ വളർത്തുന്നു, എൻ്റെ മകൻ്റെ ഭാര്യ ഞാൻ ശ്രദ്ധിക്കും. എത്ര സാക്രിഫിഷ്യലാണ്. ഞങ്ങളും അങ്ങനെയാണ് വളർത്തിയത്. പക്ഷേ ഇപ്പോൾ എനിക്കത് കുറച്ചുകൂടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഞാൻ പ്രായം വന്നപ്പോൾ എന്തോ ഒരു സാക്രിഫിഷ്യലാണ്. സമയങ്ങൾ മുഴുവൻ ചെലവഴിച്ച് ആ അമ്മ എത്രയോ ത്യാഗപൂർണമായി. എന്താ കാരണം? ദാറ്റ് ഈസ് ദ ലവ്. അത് സ്നേഹമാണ്, അത് സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നിന്ന് അത് നടക്കുകയാണ്. ഇനി അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്തട്ടെ. ഈ സഭയുടെ ഐക്യത സൂക്ഷിക്കാൻ പൗലോസ് ഒരു കാര്യം ഇവിടെ പറയുന്നു. എന്താണെന്നറിയാമോ? പറയാം. 2 കാര്യം. ഇനി നമുക്ക് നോക്കാം. 4-ാം വാക്യം, എന്നാൽ മുന്നെഴുതിയിരിക്കുന്ന ഒക്കെയും നമുക്ക് ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാങ്ങുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഐകമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് ഏക മനസ്സോടെ ഒരേ വായിനാൽ മഹത്വരിക്കേണ്ടതിന് ദൈവവചനവും പ്രാർത്ഥനയും ഇവിടെ പറഞ്ഞിരിക്കുന്നു. ശ്രദ്ധിച്ചാട്ടെ. ദൈവവചനവും ഈ വിഷയം പൗലോസ് പറഞ്ഞിട്ട് എന്തിനാണ് അതെടുത്ത് പറഞ്ഞത്? വേർഡ് ഓഫ് ഗോഡ് വിച്ച് ക്രിയേറ്റ്സ് ഹോപ്പ്, പ്രത്യാശ ഉളവാക്കുന്ന ദൈവവചനവും ഒരേ വായിനാൽ പിതാവായ ദൈവത്തെ മഹത്വീകരിക്കുന്നു. ദൈവസഭ ഐക്യതയോടെ നിൽക്കണമെങ്കിൽ ഇത് രണ്ടും വേണം. എന്തുവാ? ബൈബിൾ സ്റ്റഡിയും പ്രാർത്ഥനയും. പൗലോസ് ഈ ഭാഗം കൺക്ലൂഡ് ചെയ്യുന്ന ഇവിടെയാണ്. നമുക്കൊന്ന് നോക്കാം. അവിടെ പൗലോസ് കൺക്ലൂഡ് ചെയ്യുന്ന ഭാഗം നോക്കിയാട്ടെ. ഇത് ഒന്നുകൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം നിർത്താട്ടെ. ഈ വിഷയം നമുക്കൊരു ദൃഷ്ടാന്തം അപ്പോസ്തലന്മാരുടെ കയ്യിൽ കിട്ടുന്നു. വീണ്ടും നമ്മൾ നോക്കുക. വീണ്ടും നോക്കാം. ആദ്യമായി വീണ്ടും ഞാൻ പറയുന്നു, ഫസ്റ്റ് സഭയുടെ ഐക്യത തകർക്കുന്നൊരു സംഭവം സഭയിൽ ഉണ്ടാകുകയാണ്. 2 കൂട്ടർ തമ്മിൽ അവരുടെ വിധവമാരെ നോക്കുന്നതിനുള്ള പ്രശ്നമാണ്. 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, അക്കാലത്ത് ശിഷ്യന്മാർ പെരുവരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിക്കുന്നുവെന്ന് യവന ഭാഷക്കാരെ എബ്രായ ഭാഷക്കാരനെ പെറുപിറുത്തു. അപ്പോൾ യവന ഭാഷക്കാരും എബ്രായ ഭാഷക്കാരും തമ്മിൽ പെറുപിറുപ്പ് തുടങ്ങി. സഭയിൽ പ്രശ്നമായി. ഈ പെറുപിറുപ്പുണ്ടായി. എന്താ കാരണം? കാരണം നമ്മളിവിടെ പ്രത്യേകാല അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ദൈവപരിജ്ഞാനത്തിൽ അപ്പോസ്തലന്മാർ ആ കാര്യം കൈകാര്യം ചെയ്തപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്തു? 4-ാം വാക്യം നോക്കിയാട്ടെ. ഇതിനകത്തൊക്കെ ഏർപ്പെട്ട് ഇവർക്ക് ദൈവജനം ശുശ്രൂഷിക്കുന്നതിനും ദൈവവചനം പ്രാർത്ഥിക്കുന്നതിനും ഒക്കെ സമയം കുറഞ്ഞു. അവർ പറഞ്ഞു, നിങ്ങൾ 7 പേരെ തിരഞ്ഞെടുത്ത് ഈ കാര്യം അങ്ങോട്ട് ഏൽപ്പിക്കുക. ഞങ്ങൾ എന്നോ ചെയ്യാമെന്നറിയോ? ഞങ്ങൾ ദൈവവചനത്തിലും, ആ വാക്ക് നോക്കിയാട്ടെ 4-ാം വാക്യം, ഞങ്ങളോ പ്രാർത്ഥനയിലും ദൈവവചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. ആരോടായി ശുശ്രൂഷിക്കുന്നത്? ഈ സഭയോടാണ്. പ്രശ്നം ആ സഭയിൽ പ്രോബ്ലമായി. 2 കൂട്ടർ തമ്മിലുള്ള പ്രശ്നമാണ്. ആ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ അപ്പോസ്തലന്മാർ എന്താ ചെയ്തത്? ദൈവവചന ശുശ്രൂഷയും പ്രാർത്ഥനയും. ദൈവവചന ശുശ്രൂഷയും പ്രാർത്ഥനയും അത് ഉണ്ടായപ്പോൾ എന്താ അതിൻ്റെ റിസൾട്ട് എന്നൂടെ നോക്കിയാട്ടെ. 7-ാം വാക്യം നോക്കി. അതിൻ്റെ റിസൾട്ടൂടെ ദൈവവചനം പരന്നു. യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരുടെ വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായിത്തീർന്നു. കണ്ടോ? ദൈവവചന ശുശ്രൂഷയും പ്രാർത്ഥനയും. ആളുകൾ രക്ഷിക്കപ്പെടാൻ തുടങ്ങി. സഭയിൽ സമാധാനം ഉണ്ടാകാൻ തുടങ്ങി. ഇതേ ആശയമാണ് പൗലോസ് ഇവിടെ എടുത്തു പറഞ്ഞത്. നമുക്ക് ആ ഭാഗം നോക്കാം. 15-ാം അധ്യായം 15-ാം അധ്യായത്തിൻ്റെ 4 തൊട്ടുള്ള വാക്യത്തിൽ, എന്നാൽ മുന്നെഴുതിയിരിക്കുന്ന ഒക്കെയും നമുക്ക് ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകൾ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകുന്ന തന്നെ എഴുതിയിരിക്കുന്നു. എൻ്റെ സഹോദരന്മാരെ, പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ സഭയിൽ ഉണ്ടാകുമ്പോൾ നമ്മളെ മാനസികമായി വളരെ തകർക്കും. പക്ഷേ ആ തകർക്കുമ്പോൾ ആശ്വാസം കണ്ടെത്തുന്നത് എവിടെയാണ്? ദൈവവചനമാണ്, പ്രത്യാശയാണ്, ക്രിസ്തുവിൻ്റെ വരവാണ്, നമ്മുടെ കർത്താവിൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനമാണ്. നമുക്ക് അതോടുള്ള ബന്ധത്തിൽ നമ്മളെ ഉത്ബോധിപ്പിച്ച് നമ്മളെ ഈ ദൈവവചന പഠനം, ധ്യാനം, ഇതൊക്കെ നമ്മളെ സഹായിച്ചിട്ട് 13-ാം വാക്യം നോക്കിയാട്ടെ. 13-ാം വാക്യം, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി
വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. പ്രത്യാശ കൊണ്ട് നിറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം വായിക്കണമെന്നില്ല. മത്തായി 24 48 49 വാക്യം. യജമാനൻ വരുവാൻ താമസിക്കുന്നെന്ന് ഹൃദയത്തിൽ പറഞ്ഞ കൂട്ടുദാസന്മാരെ തല്ലുവാനും പ്രശ്നം ഉണ്ടാക്കാനും തുടങ്ങി. ആരാ ഉണ്ടാക്കാൻ തുടങ്ങി? യജമാനൻ വരാൻ താമസിക്കുക. പുറത്തൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ എവിടാ പറഞ്ഞിരിക്കുന്നത്? ഹൃദയത്തിലാണ്. ഹൃദയത്തിനകത്ത് പറഞ്ഞിരിക്കുക. എത്ര നാളായി പറയുന്നില്ലേ, ഇതൊന്നും പെട്ടെന്നൊന്നും നടക്കുകയില്ല. ഞാൻ ചോദിച്ചോട്ടെ, കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കുന്ന സഹോദരന്മാർ വല്ല പ്രശ്നത്തിനും പോകുമോ? ഇനി പ്രശ്നം ഉണ്ടായാലും അവരങ്ങ് അവരിതൊക്കെ സഹിച്ച് മുന്നോട്ട് പോവുകയുള്ളൂ. അത് അവരെ ഇടയാക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്, പ്രാർത്ഥനയും. ദൈവവചനവും പ്രാർത്ഥനയുമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്തോ സംഭവിക്കും? 15-ന്റെ 7-ാം വാക്യം നോക്കിയാട്ടെ. അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊള്ളും. നിങ്ങൾ അന്യോന്യം കൈക്കൊള്ളും. ദൈവത്തിൻ്റെ മഹത്വം, ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവസഭയിൽ എന്തോ കാണും? ദൈവമഹത്വം. ദൈവമഹത്വം. കർത്താവായ യേശു ക്രിസ്തു, യോഹന്നാന്റെ സുവിശേഷം, ആ വാക്യം നമുക്ക് നോക്കാം. 17-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. 17-ാം അധ്യായത്തിൻ്റെ 20 തൊട്ടുള്ള വാക്യം നോക്കിയാട്ടെ. 20 തൊട്ടുള്ള വാക്യം. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കും. നീ എന്നെ അയച്ചിരിക്കുന്ന ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന്. പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആയിരിക്കുന്ന പോലെ അവരും തമ്മിൽ ഒന്നാകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നെന്ന് എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്ന ലോകമറിയുവാൻ നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലും അവർ ഐക്യത്തിൽ തികഞ്ഞവനായിരിക്കേണ്ടതിനാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകുന്നത് ദൈവസഭയെ ഒന്നായി വർത്തിക്കുമ്പോഴാണ്. ദൈവസഭയെ ഒന്നായി വർത്തിക്കാതിരുന്നാൽ എന്തോ സംഭവിക്കും? പ്രയാസമാകും. അതൊരിക്കലും ദൈവത്തിന് മഹത്വം ഉണ്ടാകത്തില്ല. ഞാൻ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിക്കണോ? ഒന്ന് വായിച്ചേക്കാം. എന്തിനാണ് നാട്ടുകാർ നോക്കിക്കൊണ്ടിരിക്കുക? ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. നാട്ടുകാർ നോക്കിക്കൊണ്ടിരിക്കുക, അവർ സംസാരിക്കാൻ സമയം നോക്കിക്കൊണ്ടിരിക്കുക. അബ്രഹാം പറഞ്ഞ വാക്ക് നോക്കിയാട്ടെ. 13-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട്, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിൻ്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ. നമ്മൾ സഹോദരന്മാരാ, നമ്മൾ തമ്മിൽ പിണക്കമുണ്ടാകരുത്. നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ട് പോകാം, നീ വലത്തോട്ടാണെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോകാം. മുന്നോട്ട് പോകുവാൻ ബുദ്ധിമുട്ടുള്ളൊരു സമയത്ത് അവർ പരസ്പരം വേർപെട്ടതിൻ്റെ കാരണം ചുറ്റുമുള്ളവരവരെ നോക്കിക്കൊണ്ടിരിക്കുക. അവർ സഹോദരന്മാരാണെന്നറിയാം. ആ ചുറ്റുമുള്ളവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ദൈവനാമ മഹത്വത്തിന് ദോഷമായി തീരും. നിൽക്കാൻ നിവൃത്തിയില്ലോ, മാറിക്കോ. അബ്രഹാം ഒരു പ്രിൻസിപ്പിൾ നമുക്ക് കാണിച്ചു. നമുക്ക് ഇന്നിവിടെ അവസാനിപ്പിക്കാം. എൻ്റെ സഹോദരന്മാരെ, നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ പുതിയ നിയമത്തിൽ പറയപ്പെട്ട ഏതാണ്ട് എല്ലാ സ്ഥലസഭകളിലും വളരെ ഗൗരവമേറിയൊരു കാര്യം, ആ സഭകളിൽ ഡിസ്യൂണിറ്റി, ഐക്യതയില്ലായ്മ. നാം ഇന്ന് ചിന്തിച്ചതുപോലെ റോമാ സഭയിലെ 2 പ്രശ്നങ്ങൾ ആ സഭയെ വലിയ പ്രശ്നത്തിലേക്കാക്കിയപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പൗലോസ് പറഞ്ഞു കൊടുത്തു. ആ പ്രിൻസിപ്പിൾ ഇന്നും ആപ്ലിക്കബിളാണ്. നമ്മുടെ ഐക്യത സൂക്ഷിച്ച് ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാക്കട്ടെ. കർത്താവ് പത്രോസിനോട് പറഞ്ഞ പോലെ, നീ എന്നെ അനുഗമിക്കുക, എൻ്റെ ജോലി കർത്താവിനെ അനുഗമിക്കുക. മറ്റുള്ളവരെ നാം നോക്കേണ്ട ആവശ്യമില്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വിനയപ്പെടുന്നു. ഞങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ ചിന്തകളും ഞങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ ആഗ്രഹങ്ങളൊക്കെ തിരുവചനത്തിലൂടെ ഞങ്ങൾ കാണുകയാണ്. ശത്രു എത്രയോ ശക്തമായി പ്രവർത്തിക്കുന്നു. ദൈവജനത്തിൻ്റെ മധ്യത്തിൽ അനൈക്യത വിളമ്പി അനേക പ്രയാസങ്ങളുണ്ടാക്കി ദൈവനാമം ദൂഷിക്കപ്പെടുവാനിടയാക്കി മാറ്റുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെയുള്ളതൊന്നും സംഭവിക്കാതെ സഭയായി ഞങ്ങളിന്ന് പഠിച്ചതുപോലെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പൗലോസ് പറഞ്ഞു. ദൈവവചന പഠനവും
ദൈവവചനത്തിൻ്റെ ആശയം ഞങ്ങൾക്ക് പ്രത്യാശ ഉളവാക്കി തരുന്നു. ആ പ്രത്യാശ കൊണ്ട് നിറഞ്ഞ് പ്രാർത്ഥനയിൽ നിന്നോട് ഞങ്ങൾ അടുത്തു നിന്ന് നിന്നെ ഞങ്ങൾ ചാരി ഞങ്ങളുടെ പ്രവാസകാലം കഴിയുമ്പോൾ സഭയായും വ്യക്തികളായും അന്യോന്യം സമാധാനമുള്ളവരായി ഞങ്ങൾ തീരും. ഞങ്ങളതിൽ കുറയുമ്പോൾ സഭകളിൽ പ്രശ്നങ്ങളുണ്ടാകും. കർത്താവേ, നീ സഹായിക്കണം. ഞങ്ങളുടെ സഭകൾക്കൊരു മാറ്റമുണ്ടായിരുന്നെങ്കിൽ നീ ഞങ്ങൾ കൊതിക്കുന്നു. ഞങ്ങളുടെ മൂപ്പന്മാർക്കൊരു മാറ്റമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, നീ വില കൊടുത്ത് ചോര കൊടുത്ത് മേടിച്ച നിൻ്റെ സഭ അത് എത്രയോ ഉന്നതമായൊരു നിലവാരം പുലർത്തുവാൻ അങ്ങ് ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾ എത്രയോ താണുപോയി. ഞങ്ങളോട് ക്ഷമിക്കണം. ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി സ്തോത്രം. ഞങ്ങളെ തന്നെ ക്രമീകരിച്ച് അങ്ങയുടെ മഹത്വത്തിനായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. മഹത്വം അങ്ങെടുക്കണം. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.